സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വെള്ളിത്തിരയിലെ വാക്ക് സാഹിത്യം ചലച്ചിത്രമാകുമ്പോൾ എന്ന ശീർഷകത്തിന് കീഴിൽ നടക്കുന്ന ഈ സംവാദത്തിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊപ്പം ഇരിക്കുന്നത് എഴുത്തിൻ്റെയും സിനിമയുടെയും ഭിന്ന മേഖലകളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന GR ഇന്ദുഗോപൻ, മധുപാൽ, VK ജോസഫ് എന്നിവരാണ്. ഈ സംവാദത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ ഓഡിയൻസിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഇത് അർത്ഥവത്തായ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ചലച്ചിത്രം സങ്കീർണമായ ഒരു കലയാണ്. സാഹിത്യത്തിൻ്റെയും ചിത്രകലയുടെയും ശില്പകലയുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ അംശങ്ങളെ ആവാഹിച്ചെടുത്ത് എന്നാൽ വ്യക്തിത്വമുള്ള ഒരു കലാരൂപമാണ്. നമുക്കറിയാം, ഈ വേദി MT വാസുദേവൻ നായരുടെ ഓർമ്മയിൽ നിൽക്കുന്ന വേദിയാണ്. മലയാളത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് തിരക്കഥയെയും സാഹിത്യത്തെയും ഒക്കെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രതിഷ്ഠിച്ച ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം സിനിമ എന്ന കലയെക്കുറിച്ച് അതൊരു ഗൗരവമുള്ള കലയായി തനിക്ക് ഫീൽ ചെയ്ത ഒരു സന്ദർഭത്തെക്കുറിച്ച് ഒരിക്കൽ എഴുതുന്നുണ്ട്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ ദ ലൈഫ് ഓഫ് എമിലി സോള എന്ന ഒരു ജീവചരിത്ര സിനിമ പാലക്കാട് മോഡേൺ തിയേറ്ററിൽ വെച്ച് കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ സിനിമ ഒരു ഐ ഓപ്പണർ ആയിരുന്നു എന്നും ആ സിനിമ കണ്ടതിന് ശേഷമാണ് സിനിമ ഒരു ഗൗരവപ്പെട്ട മാധ്യമമാണ് എന്ന് താൻ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് എത്രയോ ചലച്ചിത്രങ്ങൾക്ക് തൻ്റെ കഥയെ ആസ്പദമാക്കിയും പുറത്തു നിന്നുള്ള 1-2 എഴുത്തുകാരുടെ കൃതികളെ ചലച്ചിത്ര കൃതികൾക്ക് ഭാഷ്യം നൽകുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ്. നമുക്ക് സാഹിത്യം സിനിമയായതിൻ്റെ കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ, നമുക്ക് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഇന്ത്യയിലും ലോകത്തിലും നോക്കിയാൽ സത്യത്രയും കുറോസോവയുമായിരിക്കും ഏറ്റവും കൂടുതൽ മറ്റ് സാഹിത്യ കൃതികളെ അവലംബിച്ചുകൊണ്ട് സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പൊ സത്യത്രയുടെ 29 കഥാചിത്രങ്ങളിൽ 20 കഥാചിത്രവും അദ്ദേഹം മറ്റ് എഴുത്തുകാരുടെ കൃതികളെ അവലംബിച്ച് തിരക്കഥ ഒരുക്കിയ സംവിധായകനായിരുന്നു. മാത്രമല്ല, റായിയുടെ ചിത്രങ്ങളെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഒരു ആദർശ പുരുഷനായിട്ട് എഴുത്തുകാരനെ കണ്ട ഒരു സംവിധായകൻ കൂടിയായിരുന്നു എന്ന് കാണാം. ഇപ്പൊ പതേർ പാഞ്ചാലിയിലെ അരിഹർ നോക്കിയാലും, അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ പതേർ പാഞ്ചാലിയിലെ അരിഹറെ നോക്കിയാലും, അവസാന സിനിമയായ ആഗന്തുക്കിലെ ലോകസഞ്ചാരിയായ മനോമോഹർ മിത്രയെ നോക്കിയാലും എഴുത്തുകാരാണ് അവർ. പതേർ പാഞ്ചാലിയിലെ ദൃശ്യം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. അവസാനം ആ ദുരന്തം, തന്റെ മകളുടെ മരണവും ആ ദുരന്തവും ഏറ്റുവാങ്ങിയതിനു ശേഷം ആ വീട് വിട്ടു പോകുമ്പോൾ പഴയ ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് തപ്പിയെടുക്കുമ്പോൾ താൻ എന്നോ എഴുതി വെച്ച ഒരു കൃതിയെ വളരെ ആദരപൂർവം എടുത്തു നോക്കുന്ന ഒരാളെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനായിട്ടുള്ള റേയും
ജാപ്പനീസ് സംവിധായകനായിട്ടുള്ള കുറോസോവ, ദസ്തയേവ്സ്കിയും ടോൾസ്റ്റോയിയും ഷേക്സ്പിയറെയും ഒക്കെ അവലംബിച്ച് എഴുതിയിട്ടുള്ള കൃതികൾ, ഇതെല്ലാം ഒരുപക്ഷെ ഒരു നോവലിലോ നാടകത്തിലോ പൂർത്തിയായ ഒന്നിനെയാണ് തന്റെ ഭാവന കൊണ്ട് മറ്റൊന്നാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ സാഹിത്യം സിനിമയായതിൻ്റെ ഒരു വലിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം സിനിമയെ അവലംബിച്ച് ഒരു സാഹിത്യകൃതി ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് മലയാളത്തിൽ മറ്റൊരു ഉത്തരവുമുണ്ട്. MS മനീഷിന്റെ ജലബല ദിനരാത്രങ്ങൾ എന്ന നോവൽ, DC ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ജോഷി ജോസഫിന്റെ ഒരു സിനിമയെ അവലംബിച്ചുണ്ടായിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ ഇങ്ങനെ രണ്ടു നിലയിലും നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. തീർച്ചയായും സാഹിത്യം സിനിമയായതിൻ്റെ അനുഭവങ്ങളെ എഴുത്തുകാർ എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ഞാൻ ഈ ചർച്ച ഇന്ദുഗോപനിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ദുഗോപന് കുറച്ച് നേരത്തെ വന്ദേഭാരതിൽ പോകേണ്ടത് കൊണ്ട് ചർച്ചയുടെ ആമുഖം എന്ന നിലയിൽ, ഒരുപക്ഷെ ഒരു വായനക്കാരൻ എന്ന നിലയിലും, പിന്നീട് തൻ്റെ കൃതികൾ സിനിമയായ സന്ദർഭത്തിലും ആ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കഥ തിരശീലയ്ക്ക് വേണ്ടി ദൃശ്യ ഖണ്ഡങ്ങളായി എഴുതുന്ന സന്ദർഭത്തിലും ഒക്കെ അനുഭവിച്ച ഒരു ലോകമുണ്ട്. അത് ആ വെള്ളിത്തിരയിലേക്ക് ഒരു വാക്കിന്റെ കലയാണ് അടിസ്ഥാനപരമായി സിനിമയും സാഹിത്യവും എന്ന് നമുക്കറിയാം. ഈ രണ്ട് അനുഭവങ്ങളെയും ചേർത്ത് വെച്ച് ഒരാമുഖം എന്ന നിലയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇന്ദുഗോപനിലേക്ക് ഈ മൈക്ക് കൈമാറുകയാണ്. ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശത്തിൽ, എഴുത്തുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ വശത്തിൽ ഇടപെടുന്ന ഒരു ആളാണ്. അതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളിലുള്ള കൂടുതൽ ക്ലാരിറ്റി പിന്നീട് എനിക്ക് തോന്നുന്നു മധു ധരിച്ചാൽ കൃത്യമല്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തൊരു കാര്യം മധു പ്രാക്ടീസ് ചെയ്യുന്നൊരു സാധനം വെച്ചാൽ നടൻ എന്ന നിലയ്ക്ക് അതിനപ്പുറത്തേക്ക് ഈ വലിയ ഒരു സംഭവത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ആ രണ്ട് ഡ്രാഫ്റ്റ് എൻ്റെ ഇതിലില്ല. ചരിത്ര നിരൂപണവുമായി ബന്ധപ്പെട്ടതിന് അല്ലാതെ മാറി നിന്ന് കാണുന്ന ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു ജോസഫ് സാറിന്. അപ്പോൾ എൻ്റെ രംഗം എന്ന് പറഞ്ഞാൽ എഴുത്ത് എന്നുള്ള സാധനം. അതിനകത്ത് ഇപ്പം നമ്മൾ സാഹിത്യമാണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, രണ്ടിൻ്റെയും ബേസിക് സാധനം എന്ന് വെച്ചാൽ ഒരു സ്പാർക്കാണ്. ആശയം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ ആശയം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് സിനിമയ്ക്കോ കഥയ്ക്കോ മാത്രമല്ല, ഇപ്പം ശാസ്ത്രമാണെങ്കിലും മറ്റേത് കലകളിലാണെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ ഐഡിയ ഉണ്ടോ എന്നാണ് ലോകത്തെമ്പാട് വലിയ കമ്പനികളാണ് എല്ലാം പുതിയ ചെറുപ്പക്കാരോട് ചോദിക്കുന്നത്. ഒരു കേവലം സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് ലോകത്തെ വലിയ വ്യവസായ ഭീമന്മാരാകാനായി പോലും പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം സെല്ലിങ് ആൻ ഐഡിയ എന്ന് പറയുന്ന ഒരു തോട്ടാണ്. അപ്പം ആദ്യം നമ്മളിപ്പം ഒരാശയം നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഓരോ ദിവസങ്ങളും നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ ഇങ്ങനെ പ്രവാഹം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് നമ്മൾ ഈ പറയുന്നതെന്നുള്ള അതൊന്നും ഒരു കൃത്യതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ഈ ആശയങ്ങളെ എങ്ങനെയാണ് അതിനെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം നമ്മളിത് ഈ പറയുന്നവർക്കുള്ള പുംബീജങ്ങൾ എത്രയോ കോടാനുകോടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ ക്രൂണമായി ചേരുന്നൊരവസ്ഥയിലേക്ക് നമ്മളൊരു അണ്ടത്തിനെ തേടി പോകുന്നത് പോലെ ഇതിനെ വേറൊരു സ്വരൂപത്തിലേക്കായി മാറ്റി നിർത്തേണ്ട ഒരു സംഗതി അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ ഐഡിയയെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു വ്യതിരിക്തമായിട്ട് കാണുന്നത്? ഈ സ്പാർക്ക് അടിക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെന്നുള്ളത്, എങ്ങനെ സ്പാർക്ക് നമ്മുടെ തലയ്ക്ക് അടിക്കുന്നു, അതിനൊരു യാത്ര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെല്ലാം ആ സാധനത്തുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ആലോചിച്ചു വന്ന കുറേ സാധനങ്ങളിൽ ഇന്ന ആശയങ്ങൾ ഉണ്ടാകുന്നത്, പക്ഷെ അത് പോയി
കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോയി. പക്ഷെ പിന്നെയും കുറേ ദിവസം കഴിയുമ്പോഴല്ലാതെ ഈ ആശയം വിടാതെ നമ്മൾ പിന്തുടർന്നുകൊണ്ട് വരുന്ന ഒരാശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആ ആശയത്തിന് നിങ്ങളോടെന്തോ പറയാനുണ്ട്, അതിന് നിങ്ങളോടെന്തോ സംവദിക്കാനുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. സിനിമയാണെങ്കിലും കഥയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. പക്ഷെ നമ്മൾ സിനിമയ്ക്കോ അല്ലെങ്കിൽ കഥയ്ക്കോ ആയിട്ട് അതിനെ ചിറക് വെപ്പിച്ചെടുക്കുന്നതിന് വേറെ മാർഗങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മുടെ ബിസിനസ്സോ അതിൻ്റെ ഒരു ത്രെഡ് ഡെവലപ്മെന്റ് പോലെ അല്ല ഇതിൻ്റെ തുക. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇതിനുണ്ട്. പിന്നെ നമ്മളുടെ പ്രാക്ടീസാണ് ഈ പറഞ്ഞ നിങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രാക്ടീസ്, ആ ടാലന്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന സംഗതിയല്ല, അതൊരു ജീനിയസ് എന്ന് പറയുന്ന സംഗതിയല്ല. ഒരു ചെറിയ ടാലന്റ് അവിടെ ഉണ്ട്. ആ ടാലന്റിനെ നിങ്ങൾ പിക്ക് ചെയ്ത് അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒരു മജീഷ്യൻ ചെയ്യുന്നത് പോലെ ഇത് ചെയ്യാം. ചിലപ്പോൾ ഏത് മജീഷ്യനെ പോലെയും ചിലപ്പോൾ നിങ്ങളുടെ ഇത് പാളിപ്പോകാം. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ആശയത്തിന് ഒരു ജീവനുണ്ട്. ആ ജീവന് യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ്, അതിന്റെ ആയുസ് എത്ര എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഐഡിയയുടെ ആയുസ് എത്ര എന്നൊരു ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചെറിയ ഇതായിരിക്കും. പക്ഷെ അതിന്റെ റെവർബറേഷൻ എന്ന് പറയുന്നത് അതിഭയങ്കരമായ റെവർബറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങളുടെ ചെറുകഥയായിട്ട് അതിനെ ഒരു സ്പാർക്ക് ഓഫ് ആൻ ഐഡിയ ആണ് അതിന്റെ എന്നത്. അത് അതിന്റെ ഭയങ്കര വർണ്ണസുലഭമായ ഒരു ചെറിയ സ്വപ്നം പോലെ നിങ്ങൾക്ക് ഒരു മണിക്കൂറോ ഒരു 10 പേജോ 12 പേജിനോ എത്തുമ്പോഴത്തേക്ക് അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അത് അതിന്റെ വിചിത്രമായ യാത്രയുടെ ഏറ്റവും മനോഹരമായ മുഹൂർത്തത്തിലേക്ക് എത്തും. ഇനി നമ്മൾ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആ വേഗം അതിനെല്ലാം വക്രീകരിക്കപ്പെടുന്ന തോന്നപ്പെടുന്നു. മറ്റൊന്നല്ല, നിങ്ങൾക്ക് ഒരു കഥ അല്ലെങ്കിൽ നോവലാകുന്നു, അല്ലെങ്കിൽ നോവൽ ചലച്ചിത്രമാകുന്നു, ഇതൊന്നുമല്ലാതെ നേരിട്ടൊരു ചലച്ചിത്ര യാത്ര എന്ന് പറയുന്ന സംഗതിയാണ്. ഇതിന് 2 മണിക്കൂർ ഒരു നമ്മളുടെ ഒരു സമയം വെച്ചാൽ 2 മണിക്കൂർ ഇതിന് ജീവൻ വേണം. ഈ സംഗതി ഇത് 2 മണിക്കൂർ നിരന്തരമായി നിങ്ങളുടെ കാഴ്ചയെ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഈ കഥാബീജത്തിന് ഉണ്ടാവും. അപ്പൊ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ കഥാബീജത്തിന്റെ ശക്തി ആണ് അതിന്റെ കഥാഗതികളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാറ്റെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള കാറ്റ്, ഈ കാറ്റിന് 2 മണിക്കൂർ നേരത്തേക്ക് ഈ പ്രേക്ഷകനെ അല്ലെങ്കിൽ വായനക്കാരനെ അങ്ങേറ്റം വരെ എത്തിക്കാനുള്ള ശേഷിയുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഒരു കഥ നമ്മളിപ്പോ ഒരു കഥ എഴുതി വെക്കുമ്പോൾ ഇപ്പൊ നമ്മളടുത്ത് വല്ല കഥ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കും. ഇപ്പൊ സിനിമയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് വായിക്കുന്ന ആൾക്കാർ വളരെ വ്യാപകമായിട്ടുണ്ട്. അവർ ഇപ്പൊ ഇങ്ങനെയുള്ള സാന്നിധ്യത്തിൽ അധികം ഇല്ലെങ്കിൽ പോലും അവരിങ്ങനെ കഥ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വേണ്ട ഒരു കഥ എന്ന് പറയുന്നത് ഈ റെവർബറേഷൻ 2 മണിക്കൂർ നിൽക്കുന്ന ഒരു കഥാ യാത്രയാണ്. അപ്പോ അതിന് നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഇത് വേണമെന്നില്ല. ഇപ്പൊ എനിക്കറിയാം ഇങ്ങനെ ഈ നെയ്മർ അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, മൃഗയല്ല, നമ്മുടെ അദ്ദേഹം ഒരു പിന്നെ ഇതായിട്ട് ഗേ ആയിട്ട് അഭിനയിച്ച സിനിമ ഉണ്ടായിരുന്നു, കാതൽ. അത് അതിന്റെ എല്ലാം പിന്നെ കഥ എഴുതിയ പോൾസൺ എഡ്വേർഡ്സിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു കഥ ഇങ്ങനെ ഒരു ത്രെഡ് തോന്നുന്നു ചേട്ടാ. എന്താണ് കഥ, എന്താണ് പോൾസൺ ചോദിക്കാൻ പറഞ്ഞത്? പോൾസൺ പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ 4 പേര് ഞാൻ ചേർന്നൊരു വേട്ടയ്ക്ക് പോകുന്നു. അതിന് ഒരാൾ അതുകൊണ്ട് ഞാൻ വേട്ടമൃഗത്തെ നമ്മൾ കഴിക്കാൻ പോയി ഒരാൾ എനിക്ക് എൻ്റെ സുഖമില്ല, ഞാനത് കഴിക്കുന്നില്ല എന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നു, പക്ഷെ അതിന് സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടീസ് ഞാൻ പറഞ്ഞത് വലിയ ഐഡിയയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 പേര് ചേർന്നൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ക്രൈമിൽ നമുക്ക് ഈക്വൽ അവകാശമാണ് നമ്മുടെ ഈ ക്രൈം എന്ന് പറയുന്ന സംഗതി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് എനിക്ക് വരാനോ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒറ്റുകാരൻ മണക്കുകയാണ്. അവിടെ ഒറ്റുകാരനെ മണക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കഥ നമ്മൾ ഈ പറയുന്നതിനുള്ള അതിന്റെ റെവർബറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2 വരി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തലമുറയിൽ മൃഗയുടെ കഥ
ലോഹിദാസ് പറഞ്ഞത് 3 വിക്കറ്റ് പറഞ്ഞ് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരന് 2 വിക്കറ്റ് പറയുകയാണല്ലോ. അപ്പൊ അവന് കാലം മാറി ഇപ്പൊ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറയുമ്പോൾ വണ്ടയിലൊക്കെ അതിനേക്കാൾ വലിയ ബാറ്റ്സ്മാനായിട്ട് വിരാട് കോഹ്ലി വരികയാണ്. അയാളെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ആവറേജ് വെച്ചത് അദ്ദേഹം വരിക. അപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു വലിയ പോലും അവർക്ക് ഈ റോവർപ്പറേഷൻ നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പാർക്കും ശേഷിയുമുള്ള തലമുറയും ചെറുപ്പക്കാരുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിലായകുന്തയുടെ കഥയും ഇതുപോലെ വേറെ ആള് വന്ന് വേറെ ഒരു എന്റെ സുഹൃത്തു എന്ന് പറയുന്ന കഥ എന്താണ് പുള്ളി വന്ന് പറയുന്നത്, പിന്നെ ഇതാണ് ഒരു മരം വെട്ടാനായിട്ട് എന്റെ വീട്ടിൽ നിൽക്കുന്ന മരം വെട്ടാനായിട്ട് എന്റെ ശിഷ്യം വരുന്നു, അതിനകത്ത് കഥയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്താ കാര്യം, ഞാൻ പഠിപ്പിച്ചത് ശരിയല്ലാത്തതുകൊണ്ടാണ് എന്റെ ശിഷ്യൻ ഇത് വെട്ടാനായിട്ട് എന്റെ വരയ്ക്കാൻ തന്നെ വരുന്നത്. മനസ്സിലായി? സാറ് പഠിപ്പിച്ചതിൽ എന്തോ വാൾട്ടുണ്ട് അവിടെ. സാറിനോട് അവന് സംസാരിക്കാനുണ്ട്. അപ്പം അതാണ് ഇത് വരുന്നത്. അപ്പൊ അതിന്റെ തർക്കത്തിൽ അവന്റെ തൊഴിൽ വരും. എങ്ങനെ അവൻ ആ തൊഴിലെത്തി, ആ തൊഴിൽ സാറിന്റെ ഇതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്ക് സംസാരിക്കാനുണ്ട് സാർ. ഇതാണ് അതിന്റെ ഒരു ജീവൻ. ഇപ്പൊ സിനിമയെ സംബന്ധിച്ചാണെങ്കിലും ഇത് തന്നെയാണ് അതിന്റെ പിന്നെ എന്തുകൊണ്ട് സിനിമയാകുന്നു ചില കഥകൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിന്റെ സത്ത. അതിന്റെ 2 മണിക്കൂറിന് ശേഷമോ അതിന്റെ ജീവന്റെയും അതിന്റെ യാത്രയ്ക്കും അതിന്റെ എനർജിയുടെ ഒലച്ചിലിന് ക്ഷരം തട്ടുന്നില്ല എന്നുള്ള സ്ഥലം. അത് നമ്മളല്ല ആവശ്യമില്ല. ഇപ്പം അതുപോലുള്ള സംവിധായകരോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരൊക്കെ പറഞ്ഞു വിട്ടോ അതുകൊണ്ട് ഭയങ്കര രസമുള്ള സാധനമാണ്, നമുക്കതൊരു സിനിമയാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടം വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇതിനെ പീസാക്കി മാറ്റുക. ഒരു തുണി കച്ചവടക്കാരൻ ഇപ്പോൾ തുണി നമ്മൾ തയ്ക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്നുണ്ടോ, നമ്മൾ ഉടുപ്പ് തുന്നാൻ ചെല്ലുമ്പോൾ നമ്മൾ ഇത് നിഷ്കരണം ഈ തുണിയെ തുണ്ടം നമ്മൾ സഹിക്കത്തില്ല. ഈ പഴയ ആൾക്കാർക്കറിയാം, ഇപ്പൊ റെഡിമെയ്ഡ് യുഗത്തിൽ അറിയണമെന്നില്ല. അപ്പൊ ഈ തുണ്ടം പക്ഷെ അതിൽ നിന്ന് മനോഹരമായിട്ടുള്ള നിറ്റ് ചെയ്തെടുക്കുക, അത് ആ ജോലിയാണ് സംവിധായകൻ ചെയ്യുന്നത്. അയാളുടെ മുമ്പിൽ കുറെ തയ്യക്കാർ ഇരിപ്പുണ്ട്, അവരുടെ സ്കിൽസ് പിന്നെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ആണ് അദ്ദേഹം. അപ്പൊ തൈക്ക് എങ്ങനെ വെട്ടുന്നു എന്നുള്ളതാണ് പ്രധാന ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ നാട്ടിലെ ബോംബെ എന്നൊരാളുണ്ട്, ഭയങ്കര വെട്ട എന്ന് പറയുന്നത്. ആ വെട്ടാണ് ഈ പിന്നെ സംവിധാനം എന്ന് പറയുന്ന ഒരു സംഗതി. അയാൾ ഇവിടെ നിന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതാണ് ആ ഘട്ടങ്ങളെ കുറിച്ചെല്ലാം അത് പറയും. കാരണം ഇതൊരു അപാര ഇതുള്ളൊരു സംഗതിയാണ്. ഇതിൽ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് 10-150 ആൾക്കാർ, പല തരത്തിലുള്ള കലാകാരന്മാർ, അവരവരുടെ മേഖലകളിൽ അതിപ്രതിഭാശാലികളായ മനുഷ്യരെയൊക്കെ ഒരു ഈ പറയുന്നതിനുള്ള നമ്മുടെ ജീവൻ തുപ്പിച്ചോ അല്ലെങ്കിൽ പെടുന്ന ഒരു കഥയെ അവർ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ നടത്തുന്ന ഒരു പ്രക്രിയ. സിനിമ പരാജയമോ നന്നായോ ചീത്തയോ എന്നുള്ള വേറെ, പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു വലിയൊരു ഡെഡിക്കേഷൻ, ഒരു അർപ്പണം എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പം സിനിമയിലെ കാണുന്നവർ സിനിമ പരാജയപ്പെട്ടാലോ ആദ്യത്തെ ദിവസത്തെ വെച്ചാൽ പൊട്ടിക്കരിയുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാർ. ഈ എറണാകുളത്തൊക്കെ ഒരു 500 ടീമുകളൊക്കെ ഇരുന്ന് പല ഫ്ലാറ്റുകളിൽ 500 പടങ്ങൾക്ക് ഒരേ സമയം ഇരുന്ന് ഇതിന്റെ പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരവരുടെ ജീവിതമാണ് ഇതിന്റെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഐഡിയയെ ഇത് ചെയ്തുകൊണ്ട് പോകാൻ. പക്ഷെ കായികങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അതാണ് അതിന്റെ വ്യത്യാസം. എന്ന് വെച്ചാൽ അതിൻ്റെ കൈക്കുറ്റപ്പാടുകൾ ഒരുപാടാണ്. ആ കൈക്കുറ്റപ്പാടുകളാണ് നിങ്ങളുടെ ആർട്ടിനെ ഭയങ്കരമായി വ്യതിരിക്തമാക്കുന്ന ഒരു സാധനം. നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ആ നോവലിസ്റ്റിന്റെ അല്ലെങ്കിൽ കഥാകൃത്തിന്റെ കൈക്കുറ്റപ്പാടുകൾ അവിടെ ഇവിടെ അയാൾ ഇത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം ഞാനും അതുപോലെ ഒരുപാട് കൈക്കുറ്റപ്പാടുകളുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ 2 കൈക്കുറ്റപ്പാടുകളുള്ള 2 മനുഷ്യർ തമ്മിലുള്ള വലിയ ഇന്ററാക്ഷനാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. ഈ ഭാവനയെ സംബന്ധിച്ച് ഞാൻ തിരിതെളിക്കുന്ന സാധനത്തിന് കത്തിച്ചു വെച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വായനക്കാരൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു ഏകാന്ത ശില്പി ഉണ്ടാക്കുന്ന ഒരു ശില്പം പോലെയാണ്. അത് യുണീക്കാണ്. അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് യുണീക്കാണ്. അത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ആ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചപ്പോൾ ആ കഥ എഴുതുന്ന അല്ലെങ്കിൽ നോവൽ എഴുതുന്ന അത് യുണീക്കാണ്.
അപ്പം ഇതിനെ ഒരു മെഷീനിങ്ങിന്, ഈ സംഗതിയെ ഒരു മെഷീനിങ്ങിന് വിധേയമാണ്. അതുകൊണ്ടാണ് പല കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ എഴുത്തുകാരും പിന്നീട് MD ഉൾപ്പെടെയുള്ള ആൾക്കാർ പിൻകാലത്തെല്ലാം അവരുടെ തിരക്കഥ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ജീവിതത്തിന് അവരില്ല, ഞാൻ ബേസിക്കലി ഒരു കഥാകൃത്താണ്, അല്ല ഒരു കഥാകൃത്താണ്, തൃപ്തി ഈ കഥയിലത്ത് തന്നെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ്. അത് മറ്റേ കലാകാരന്മാരെല്ലാം മോശമായതുകൊണ്ടോ മറ്റു സംഗതികളോ ഒന്നുമല്ല, പക്ഷെ മെഷീനിങ്ങിന് വിധേയമാകുന്നത്. ആ മെഷീൻ വർക്ക് എന്ന് പറയുന്ന വെച്ചാൽ ഈ സ്ട്രക്ചർ, ഈ സിസ്റ്റത്തിന്റെ അകത്ത് ഈ ക്യാമറയ്ക്കൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാഴ്ച, ക്യാമറ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിന്റെയും ഭാവനയുടെ എന്ന് പറയുന്നത്, എനിക്കിപ്പം മറ്റേ 7ാമത്തെ കടലിന്റെ അക്കരെ പോയി മറ്റേ തീരത്ത് പോയി എടുത്തുകൊണ്ട് വരാം, അത് ഇത്ര നിമിഷാർത്ഥത്തിൽ പോയി. അത് ഇപ്പൊ ഞാനിപ്പം മധു ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വ്യതിരിക്തമായി സംവിധായകൻ മാത്രമായിട്ട് നിന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് മധു അപ്പം തന്നെ മറ്റേ നമ്മൾ തയ്യക്കാരന്റെ പണിയിലേക്ക് കടക്കുക. പക്ഷെ എങ്ങനെ ഇത് കാണിക്കും? ഈ ക്യാമറയ്ക്ക് നമ്മുടെ ഈ അപ്പുറത്തെ ആ കോമ്പൗണ്ട് വരെ പോകാനുള്ള ഒരു ശേഷി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നിറ്റിംഗ് ആണ്, സംഗീതം ഇതെല്ലാം കൂടെ വെച്ച് നിറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാവനയെ പ്രകടിപ്പിക്കുക. ഒരിട്ട കാഴ്ചയേ ഉള്ളൂ. മറ്റതങ്ങനല്ല. മറ്റത് എന്ന് വെച്ചാൽ നിങ്ങളാണ് അതിന്റെ കാഴ്ചയുടെ വിധാനം തീരുമാനിക്കുന്നതും അതിന്റെ യാത്രയെ തീരുമാനിക്കുന്നതും എല്ലാം വായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് മറ്റു തന്നെ ടെക്നിക്കലായിട്ടും ഏറ്റവും ജനപ്രിയ സംഗതി സിനിമയായി നിൽക്കുമ്പോഴും ഒരു ഉപരിയായ കല, അതിനിപ്പോൾ സംഗീതം, കവിത, അതിന് താഴെയായിട്ട് ഈ ഗദ്യം നിൽക്കുന്നത്, അതിന് താഴെ സിനിമയുള്ളൂ എന്ന് പറയുന്നതിന്റെ റീസൺ ഒരു പക്ഷേ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് ബേസിക്കലായിട്ട് ഈ കഥയും അതിന്റെ ഉത്പാദനവും അതിന്റെ വളർച്ചയും സിനിമയുടെ സംവിധാനത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഘട്ടം വരെയുള്ള കാര്യമാണ് ഇവരെ പറഞ്ഞു വന്നത്. താങ്ക്സ്. ഇത് പറഞ്ഞപ്പോ പണ്ട് M. ജയചന്ദ്രനോട് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ദേശാഭിമാനിക്ക് വേണ്ടി പണ്ട് നടത്തിയ സമയത്ത് അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിച്ചിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പത്രവാർത്തയിൽ നിന്നാണ് നിഴൽക്കുത്ത് എന്ന ഒരാശയത്തിലേക്ക്, സിനിമയുടെ ആശയത്തിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നാണ് ഒരു പാട്ട് സംഭവിക്കുന്നത് ഒരു സംഗീതകാരന്റെ ഭാവനയിൽ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു തുടങ്ങി. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ അതെപ്പോഴും കയ്യിൽ കിട്ടും എന്ന് തോന്നും. അത് റിസീവ് ചെയ്യാനുള്ള ഒരു സന്ദർഭം അപ്രതീക്ഷിതമായി ഉണ്ടാവുകയും ആ സമയത്ത് ഭാവന അതോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുകയാണ് അദ്ദേഹം. ഒരു ഭാവന പ്രവർത്തിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിനോടുള്ള എഴുത്തുകാരന്റെ സമീപനത്തെ കുറിച്ച് കേട്ടത് ഇങ്ങനെ കേൾക്കുമ്പോൾ, ഇപ്പോ മധുബാലിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ നോവലുണ്ട്, ചെറുകഥകളുണ്ട്. പക്ഷേ അദ്ദേഹം തലപ്പാവ്, വർഗീസ് സംഭവത്തെ ആസ്പദമാക്കി സിനിമ എടുക്കുന്നു. ഒഴിമുറി ജയമോഹൻ ഭാഷാഭൂഷണിയിൽ എഴുതിയ ഒരു ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത സിനിമയിലേക്ക് ആലോചിക്കുന്നു. പിന്നീട് ജീവൻ ജോബ് തോമസ് പച്ചക്കുതിരയിലോ മറ്റോ എഴുതിയ കോഴിക്കോട്ടെ സുന്ദരിയമ്മ കൊലപാതകത്തെ ആസ്പദമാക്കി. മൂന്നും ചില ഇൻസിഡന്റുകളെ മുൻനിർത്തി തന്നെയാണ്, ഫിക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിലും ചില ഇൻസിഡന്റുകളെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ആ വാക്കിലേക്ക് പ്രവേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു 2 മണിക്കൂർ ചലനാത്മകമായ ഒരു കാര്യത്തെ കുറിക്കുമ്പോൾ തീർച്ചയായും ഒരു എഴുത്തുകാരൻ തൻ്റെ സൃഷ്ടി ഇടപെടുമ്പോൾ, ഇപ്പോൾ MT തന്നെ പറയുന്നുണ്ട്, പൂവമ്പഴം കൊണ്ട് കഴുത്ത് മുറിക്കുന്ന പ്രകൃതമാണ് അവൻ്റേത് എന്ന് എഴുതി കഴിഞ്ഞാൽ കഥാപാത്രത്തെക്കുറിച്ചുള്ള സ്വഭാവം പൂർണ്ണമായി. പക്ഷേ ഒരു തിരക്കഥയിലേക്ക് വരുമ്പോൾ ശബ്ദവും ദൃശ്യവും ചലനവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ 2 മണിക്കൂറിന്റെ ആ അനുഭവത്തിലേക്ക് കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളെ ഒക്കെ ചേർത്ത് വെച്ച് എഴുതുമ്പോൾ വാക്ക് പ്രവർത്തിക്കുന്നതിനെ ഒരു എഴുത്ത് 2 എഴുത്ത് രീതി തന്നെ പ്രവർത്തിക്കും. തീർച്ചയായും ആ ഒരു അനുഭവത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മധുബാലിനോട് ആവശ്യം. നമസ്കാരം. ഞാൻ ഇത് പറഞ്ഞതിന്റെ ഒരു തുടർച്ച പോലെ പറയാവുന്ന ഒരു കാര്യമുള്ളത് പറയാം. ഇത് പറഞ്ഞൊരു കാര്യമുള്ളത്, ഒരു കഥ 2 വരിയിൽ പറയാം. ആ 2 വരിയിൽ പറഞ്ഞ കഥ ആവശ്യമായ
ആ കഥയ്ക്ക് അതിൻ്റെതായ ഒരു ഊർജമുണ്ടെങ്കിൽ 2 വരിയും കഴിഞ്ഞ് 2 മണിക്കൂറും കിടന്ന് വീണ്ടും ദിവസങ്ങളോളം പോകാൻ പാകത്തിലേക്കുള്ള വിഷ്വൽ സാധ്യതകളിലേക്ക് കൊണ്ടുപോകാൻ ഒരു കഥയ്ക്ക് കഴിയുമെന്ന് ഞാനും ഇന്നുകൂടെ ചെയ്തൊരു വർക്കുണ്ടെന്നുണ്ട് കാളികന്റെ കീഴിൽ ടെലിവിഷൻ സീരിയൽ. കാരണം അതൊരു 2 സത്യത്തിൽ അമൃതയിൽ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ 2 മണിക്കൂറിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഭവം 50 എപ്പിസോഡിൽ ടി വി സീരിയലിലേക്കും അത് 100-ലേക്ക് 157-ലേക്കും കൊണ്ടുപോയതായിരുന്നു. ആ വർഷത്തെ ഒരു 7ഓളം പുരസ്കാരങ്ങൾ ആ വർക്കിന് കിട്ടിയിരിക്കുന്നു. പക്ഷെ നമ്മളതിനകത്ത് കാണിച്ചത് 50-ല്ല 100-ല്ല 150-ലേക്ക് പോകാൻ പറ്റുമോ എന്ന് കാരണം ഞാൻ ഒരു വിഷയം 2 മണിക്കൂർ കൊണ്ടോ 2 വരി കൊണ്ടോ പറയുന്നതല്ല, അതിനപ്പുറത്തേക്ക് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാവുന്നത്. പ്രോഗ്രാം വീണ്ടും അവർ ഈ ഓണം മുതൽ വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അപ്പം കാഴ്ചക്കാർ അവരോട് ചോദിച്ചതിൻ്റെ പുറത്താണ് അവർ ചെയ്യുന്നത് എന്നാണ് അമൃതയുടെ പറഞ്ഞത്. അപ്പം നമ്മൾ പറയുന്നത് കുറേ കാലം കഴിയുമ്പോൾ ടെലിവിഷൻ്റെ സാധ്യതകളാണ്. കാരണം ടെലിവിഷൻ കുറച്ച് നാളത്തേക്ക് മാത്രമേ ആ സമയം മാത്രമേ അത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ച സാധ്യതയില്ലാതാണ്. പക്ഷേ വീണ്ടും ഒരു കാഴ്ചക്കാരൻ അങ്ങനെ കാണണമെന്ന് തോന്നുന്നുവെങ്കിൽ ആ വർക്കിന് അതിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തു പോയതുകൊണ്ടുണ്ട്. അപ്പം ഇത് നേരത്തെ ജോഷി പറഞ്ഞതുപോലെ തന്നെ തലപ്പാവ് ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ചോളം ഉണ്ടായത് മത്തായി ചാക്കോയുടെ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് കോഴഞ്ചേരി ഭാഗത്തുകൂടി പോകുമ്പോഴും ഉണ്ടായ ഒരു തോന്നലിൽ നിന്നാണ്. കാരണം അതൊരു കോൺഗ്രസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ നിന്നും അതിനു മുമ്പ് വർഗീസ് എന്നൊരു മനുഷ്യനുണ്ടാവുകയും ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയും അതിന് വളരെ സജീവമായിട്ടൊരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോവുകയും ചെയ്തത് ഉള്ളതും അതല്ലാത്ത എന്ന് തോന്നലുമാണ് ഒരർത്ഥത്തിൽ തലപ്പാവ് എന്ന സിനിമയിലേക്കും ആ പ്രദേശത്തിലേക്കുമൊക്കെ എന്നെ ചിന്തിപ്പിച്ചത്. അങ്ങനെ ഒരു മനുഷ്യനുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ആ കഥ നടന്നുപോയിട്ട് കാലം കുറെ കഴിയുമ്പോഴും പുതിയ ചെറുപ്പക്കാരൻ ലോകത്തേക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. അപ്പം ഈ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് നമ്മൾ എഴുത്തായിട്ടും സിനിമയായിട്ടും നാടകമായിട്ടും ഒക്കെ തന്നെ മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത് നോവൽ എഴുതി കഴിഞ്ഞാൽ തീരുന്നില്ല, അല്ലെങ്കിൽ ചെറുകഥ എഴുതി കഴിഞ്ഞാൽ തീരുന്നില്ല. പക്ഷെ ഇത് വ്യാപകമായിട്ട് ആ വാക്ക് സത്യമുള്ളിടത്തോളം കാലം നിലനിൽക്കാൻ പാകത്തിലേക്കുള്ള ഒരു ദൃശ്യമാക്കി മാറ്റാൻ ചലച്ചിത്രം എന്ന മീഡിയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സിനിമ കാണുന്നതാണ്, സിനിമ കാഴ്ചയുടെ കല തന്നെയാണ്. ഈ കാഴ്ചയുടെ കല കൃത്യമായിട്ടും ഒരുപാട് കാര്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളോടൊരു കഥ വരും. ഈ കഴിഞ്ഞ ദിവസത്തിലും ഇന്ന് ഞാനൊരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇന്ന് പറഞ്ഞത് ആകെപ്പോൾ 2 വരിയിലാണ് എന്നുള്ളത്. നമ്മൾ ആ 2 വരിയിൽ നിന്നും ഒരു സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്തിന്റെ പുതിയ ചിത്രങ്ങളുടെ പുതിയ കൂട്ടിയോജിപ്പിക്കലിന്റെ സാധ്യതകളുടെ വഴി വേറെയാണെന്നുള്ളതാണ്. കാരണം ഞാനത് എപ്പോഴും പലയിടത്തും പറഞ്ഞു പോയ സാധനങ്ങളാണ്. കാരണം സിനിമയ്ക്ക് നമുക്ക് സമയബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ കാണിക്കാൻ പറ്റും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാനത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കരമായിട്ട് തോന്നലുണ്ടാക്കിയത് പോൾ ബോക്സിന്റെ ഇന്നസെൻസ് എന്ന് പറയുന്ന സിനിമയെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചൊരു സാധനം കൊണ്ടുണ്ട്. അതായത് ഈ ഞാനത് പറയും പാറപ്പുറത്തിൻ്റെ ഒരു നോവൽ ടെലിവിഷന് വേണ്ടിയിട്ട് VK കൊണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആകാശത്ത് പറവം ചെയ്യുമ്പോഴും അതിനകത്തൊരു വരി ഉണ്ടായിരുന്നു. ആ നോവലിൻ്റെ ഒരു വരിയാണ് പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാറുണ്ട്. മത്തായി ബോംബെയിലേക്ക് കയറുമ്പോൾ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് മത്തായി ബോംബെയിലേക്ക് കയറുമ്പോൾ 10 വയസ്സായിരുന്നു. അതാണ് ആ ഫസ്റ്റ്. കോട്ടയം സ്റ്റേഷനിൽ നിന്ന് മത്തായി ബോംബെയിലേക്ക് വണ്ടി കയറുമ്പോൾ അയാൾക്ക് 10 വയസ്സായിരുന്നു. പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാറുണ്ട്. തിരിച്ച് കോട്ടയം സ്റ്റേഷനിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. വണ്ടി സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നു. വണ്ടിയിൽ നിന്നും മത്തായി ഇറങ്ങുമ്പോൾ മത്തായിക്ക് 60 വയസ്സ് പ്രായമുണ്ട്. ഈ 10 വയസ്സ് മുതലുള്ള 50 വർഷക്കാലം നോവൽ ഒരിടത്തും പറയുന്നില്ല. ഈ 50 വർഷത്തെ ജീവിതത്തെ കുറിച്ച് നോവലിൽ വളരെ സൂചനകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഒരാളുടെ ജീവിതത്തെ ഒരു വിഷ്വലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പാലത്തിനിടയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി എന്ന വാചകം സിനിമയിൽ സമയത്തിന്റെ ട്രാവൽ ഉണ്ട്. ഈ നോവലിൽ നമുക്കറിയാം, ഇന്ന് വായിച്ചു പോകുമ്പോൾ പറയാൻ ഒരുപാട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ സിനിമയിൽ ആ ട്രാവൽ ട്രാൻസിഷൻ സ്വഭാവം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയില്ല.
പാലത്തിനിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഓരോ ഇത് കഴിഞ്ഞ് കാണിച്ച് കുറേ നേരം കാണിച്ചാൽ അത് ബോറടിക്കുകയും ചെയ്യും. അതൊരു സമയമാകുകയില്ല. കുറേ നേരം സമയം പോയി എന്ന് മാത്രമേ പറയാറുള്ളൂ. ചില വിഷുകൾ നമ്മൾ തരാറുണ്ട്. ചില ആളുകൾ നടന്നു വരുന്നത് മണിക്കൂറുകളോളം നടന്നു വരുന്ന സമയത്തെക്കുറിച്ച്. പക്ഷെ ഈ നടത്തമല്ലാത്ത ഒരു സാധനം കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പോർട്ട് ബോക്സ് ഇന്നസെൻസ് എന്ന സിനിമയിൽ അത് ഈ പാലത്തിനിടയിലൂടെ പലവട്ടം പമ്പയാറൊഴുകിയത് കാണിച്ചപ്പോഴാണ് ഞാനും ഞെട്ടിയിരുന്നത്. സത്യമാണ്, നമ്മൾ സിനിമ കണ്ടാണല്ലോ. ഞാൻ ഇപ്പോഴും പറഞ്ഞു, സിനിമ കണ്ട് കാഴ്ചയുടെ കലയാകുന്നത് പഠിത്തമുണ്ടാകുന്നത് അങ്ങനത്തെ. കാരണം അതിനകത്ത് നായകനും നായികയും, നായിക ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ലേഡി, 70 വയസ്സുള്ള ഒരു സ്ത്രീ 80 വയസ്സുള്ള ഒരു ആളെ കാണാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സ്റ്റേഷനിലേക്ക് പോകുന്ന വയസ്സായ ആൺ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓർക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഓർക്കുന്നത് ഈ അവര് സ്ഥിരമായിട്ട് ഇരിക്കാവുന്ന ഒരു കൾവെട്ടുണ്ടായിരുന്നു. അതിനിടയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. കൾവെട്ടിൻ്റെ അടുത്ത് സൈക്കിളിൽ വരുന്ന 2 കുട്ടികളെ കാണിക്കുന്നുണ്ട്. തിരിച്ച് ഇയാൾ സൈക്കിളിൽ പോകുമ്പോൾ പ്രായമായ മനുഷ്യനാണ് സൈക്കിളിൽ പോകുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നടന്നു വരുന്ന 2 ചെറുപ്പക്കാരെ കാണിക്കുന്നത്. കുറച്ചുകൂടി ഈ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് വരുന്നത്. അവന്റെ പ്രണയത്തിന്റെ വഴികൾ മുഴുവൻ ഈ കൾവെട്ടിന്റെ മുകളിലൂടെ പലപ്പോഴായിട്ട് കാണിച്ച് അവർ ഈ വയസ്സായ അവസ്ഥയിലേക്ക് എത്തുന്ന ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം പാലത്തിനിടയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകിയിട്ടുണ്ട് എന്നത്. ഇത് വിഷ്വൽ സിനിമയ്ക്ക് സാധ്യമാകും എന്ന് പറയുന്ന വഴികൾ കണ്ടെത്തുന്നു. കാരണം സിനിമ എന്ന് പറയുന്നത് ഈ മിസൻസീൻസിന്റെ ഒരുപാട് സാധ്യതകൾ, മൊണ്ടേജുകളുടെയൊക്കെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇതിന്റെ ഒരു ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്ന ഒരു കാലത്തിലുണ്ട്. അതിനേക്കാൾ 100 ഇരട്ടി വലിയ തോതിൽ ഇപ്പോൾ സമയത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിലേക്കുള്ള വഴികൾ നമ്മളുടെ സിനിമകളിൽ കൊടുക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഞാൻ തലപ്പാവഞ്ഞം ചെയ്യുന്ന സമയത്ത് നോൺ ലീനിയർ സിനിമയായിട്ട് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമുണ്ട്, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അന്നത്തെ ഒരു മനുഷ്യനല്ലായിരുന്നു ഇന്ന് എന്നുള്ളത്. കാരണം അത് 2004 വെറ്റിൽ ചെയ്യുന്ന സമയത്ത് നിന്നും 17 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ജനതയല്ല ഇപ്പോഴൊരു സിനിമ കാണുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന, ഇതൊന്നും വേണ്ട, വളരെ ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യം പോലുമില്ല. ചെറിയൊരു വിഷ്വലിന്റെ ഒരു ഫ്രെയിം കാണിച്ചാൽ പോലും അതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കുന്ന ഒരു പ്രേക്ഷകനുണ്ട് എന്നതാണ്. ആ പ്രേക്ഷകന് മുന്നിൽ കണ്ടു പോകുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് സിനിമയിലായാലും സാഹിത്യത്തിലായാലും അത് ആ വാക്കിന്റെ ഒരു സ്വഭാവം, ആ വാക്കിന്റെ ശക്തി ഇത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അത് വലിയ തോതിലുള്ള ചർച്ചകളുടെ സാധ്യതകൾ ഉണ്ടാവണമെന്നല്ല. എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനും തമ്മിലൊരു മനസ്സുണ്ടെന്നതാണ്. ഞാനിത് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ എഴുതുന്ന ഒരാളാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കഥകൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നില്ല എന്നത്. ഞാൻ അതൊരു വളരെ സുഖകരമായ ഒരു ദാമ്പത്യം പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു എഴുത്തുകാരനും സംവിധായകനും തമ്മിലുള്ള ഒരു സൗഹൃദവും സ്നേഹമുണ്ട്. അതൊരു പ്രണയമാണ്. ആ പ്രണയത്തിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഉണ്ടാകുന്ന അടുപ്പമുണ്ട്. ആ അടുപ്പത്തിൽ നിന്നും വരുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞാണ് സിനിമ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എനിക്കുണ്ട്. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തകഴി സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി തന്നെയാണ് എന്നുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതിന്റെ ബാക്കിയുള്ള സിനിമ. കഥ എഴുതി ഒരു കഥ ഞാൻ ഒരു സംവിധായകനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്റെ പണി തീർന്നു. മകളെ കെട്ടിച്ചു കൊടുത്തിട്ട് അയാൾ ആ മരുമകൻ ആദ്യ രാത്രിയിൽ മകളോട് എന്താണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കാനൊന്നും ഞാൻ പോകില്ല. അതുകൊണ്ട് അതെന്റെ പണി തീർന്നു എന്നുണ്ട്. പക്ഷെ ഞാൻ അതിനകത്തല്ല പറഞ്ഞത്. ഞാൻ അതിനെ കുറച്ചുകൂടെ കണ്ടത് അങ്ങനെയല്ല. കാരണം നമ്മുടെ ജീവിതം 2 വ്യക്തികൾ തമ്മിലുള്ളതാണ്. 2 അപരിചിതരായ വ്യക്തികൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒത്തുകൂടുകയും അവർ കഥകൾ പറയുകയും അവരുടെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു വയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞാണ് എന്നെ സംബന്ധിച്ചുള്ള സിനിമ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് സിനിമയെ കാണുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് MT ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തിരക്കഥാകൃത്തും സംവിധായകനും തമ്മിലുള്ള ബന്ധം പ്രണയിക്കുന്നവർ തമ്മിലുള്ള ബന്ധമാകണമെന്ന് MTയുടെ സമ്പൂർണ്ണ തിരക്കഥയിലെ ഒരു ലേഖനത്തിൽ MT അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ മധുബാൽ സൂചിപ്പിച്ച പോൾ കോക്സിന്റെ ഇന്നസെൻസ് നമ്മൾ നേരത്തെ IFFK കളിക്കുകയും പോൾ കോക്സ് വരികയും ആ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്ലസ്സി പ്രണയം എന്ന സിനിമ ചെയ്തത് എന്ന് ഓർമ്മയിൽ വരികയാണ്. ഇന്ദുഗോപനിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. പോകേണ്ടത് കൊണ്ടാണ് ജോസഫ് സാറിൽ നിന്ന് ഞാൻ വരാൻ. പിന്നെ ഇന്ദുഗോപന്റെ എഴുത്ത് ഇപ്പൊ ഇങ്ങേയറ്റത്ത് ഇന്നലെ ഫഹദ് ഫാസിൽ
കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം നോവലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു നോവലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് സിനിമയാകും. അത് ഞാൻ അഭിനയിച്ചില്ലെങ്കിലും മറ്റാരെങ്കിലും അത് സിനിമയാക്കും എന്ന് ഈ അക്കാദമി പുരസ്കാരം കൊടുത്തത് ഒരു പക്ഷേ ഇന്ദുഗോപന്റെ നോവലിനെ കുറിച്ചായിരിക്കാം എന്ന് തോന്നുന്നു. ഇന്ദുഗോപന്റെ ഒരുപാട് കൃതികൾ കഥകളായും നോവലുകളായും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ദുഗോപൻ ഒരു സംവിധായകൻ കൂടിയായിരുന്നു എന്നുള്ളത് ആളുകൾ അത്ര ഓർക്കാറില്ല. ഒറ്റക്കയ്യൻ എന്ന ഒരു സിനിമ ഇന്ദുഗോപൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊന്മാനൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ 4-5 ചെറുപ്പക്കാർ എന്ന ആ കൃതിയെ പിൻപറ്റി അദ്ദേഹം തന്നെ സംവിധായകനോട് ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയാണെങ്കിലും ഒരു എഴുത്തുകാരന്റെ ഒരു സ്വാതന്ത്ര്യ അനുഭവവും അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ ഭാവനയും ആ വാക്ക് ആ അനുഭവം ഒക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഈ 3 മേഖലയിലും ജീവിച്ച ഒരു എഴുത്തുകാരന്റെ ഐഡന്റിറ്റിയുള്ള ഒരാളാണ് സിനിമ സംവിധാനം ചെയ്തത്. അപ്പൊ സംവിധായകൻ, തിരക്കഥാകൃത്ത്, സ്വതന്ത്രനായ ഒരു ലിറ്ററേച്ചർ ആ വർക്കിന് ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ആ സിനിമയെയും കൂടി കണക്ട് ചെയ്ത് അനുഭവങ്ങൾ പങ്കുവെക്കാം എന്ന് തോന്നുന്നു. ഞാൻ സംവിധാനം ചെയ്തത് ഞാൻ വഴിതെറ്റി സംവിധായകനായതാണ്. അതിൻ്റെ ഒരു എക്കണോമിക് സൈഡൊക്കെ നോക്കിയിട്ടാണ്. അന്നത്തെ കാലത്ത് എല്ലാ സിനിമയ്ക്കും 12 ലക്ഷം രൂപയുടെ സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ടായിരുന്നു. എങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് സിനിമ എടുത്ത് നോക്കിയാൽ എങ്ങനെ പണിയും പഠിക്കാം എന്നുള്ള അതിൽ വരുന്നില്ല. പക്ഷെ അതുകൊണ്ടുണ്ടായ വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് സംവിധായകരോട് അനൽപമായ ബഹുമാനവും സ്നേഹവും കൂടി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഇരുട്ടിലും രാത്രിയും പകലും ഒക്കെയും നിറഞ്ഞ് 10-100 പേരെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന അയാളുടെ മനസ്സിലാണ് സിനിമ. നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു കഥയുമായിട്ടൊരു സംവിധായകന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിന്റെ പ്രണയം എന്ന് പറഞ്ഞു. ഞാനത് കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആദ്യം ഈ കഥാകൃത്ത് ടീച്ച് ചെയ്യുകയാണ് ഏതായാലും സംവിധായകൻ. പിന്നീട് നമ്മൾ സംവിധായകൻ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാവുമ്പോഴാണ് ആദ്യ ഘട്ടം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ 2 പേരും ഇപ്പം അതും ഞാനും തമ്മിലൊരു സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾ 2 പേരും കേരളത്തിന്റെ 2 ഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന, ഞാൻ തീരദേശത്താണ് പാലക്കാട് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നത്. അപ്പം ആദ്യം നമ്മളുടെ ബാല്യത്തിലാണ് നമ്മളൊന്ന് നിരപ്പാക്കേണ്ടത്. ഇത് വെച്ചിട്ട് ഈ കഥ എവിടെ നിൽക്കുന്നു, ഇപ്പം അതുകൊണ്ട് ബാല്യത്തിൽ എവിടെ ഇരിക്കുന്നു, എൻ്റെ ബാല്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് മാറി നിന്ന് 2 കുട്ടികൾ കാണുന്നത് പോലെ നമ്മളെന്താ സഞ്ചാരം തുടങ്ങുക എന്നുള്ളത്. അത് ഒരു പ്ലെയിനിലെത്തും. ഇത് ആ ഒരു ടീച്ചിങ് അത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഥാകൃത്തം എന്നല്ല, ഇതാണ് അതിൻ്റെ പ്രതലം, പരിസരം, ഇതിൻ്റെ ഇമോഷണൽ സൈഡ് ഇതാണ്, ഇതിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ ഒരു തിരിവ് അല്ലെങ്കിൽ ഇത് കഥ ഡൈവേർട്ട് ചെയ്ത് പോവുകയും മറ്റൊരു ദിശയിലേക്ക് പോകുന്ന കാഴ്ച ഇന്നതാണ്. ഇത് കൃത്യമായി സംവിധായകൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങും. പിന്നീട് നമ്മളൊരു ചീഫ് ടെക്നീഷ്യൻ മാത്രമാണ് സത്യത്തിൽ ഈ ഇത്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത് അതായത് ഒരു ടീച്ചറായിട്ട് ഇത് ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടെക്നീഷ്യനായി മാത്രം ഇത് ചെയ്യാം. അത് നമ്മളിങ്ങനെ വെള്ളം വന്നിങ്ങനെ മറിയുന്നതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഈ കഥാകൃതം നമ്മുടെ സ്വരൂപം എല്ലാ ആൾക്കാരുടെ ഒരാൾ മാത്രമായി മാറുന്ന ഒരു വലിയ ഒരു സമർപ്പണം, ആത്മസമർപ്പണം ഈ കഥാകൃതം എന്ന് പറഞ്ഞ സംവിധാനത്തിലുണ്ട്. എല്ലാ കാലത്തും കഥയിൽ ആർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ഞാനിവിടെ നിന്നിപ്പോൾ അടുത്തെടുക്കാൻ പോകുന്ന ഒരു കഥയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാര്യം നിങ്ങളെല്ലാം കഥയെ വഹിക്കുന്ന മനുഷ്യരാണ്. നമുക്കെല്ലാം കഥയുണ്ട്. നമ്മൾ ഇന്ന് ജീവിച്ച് നിങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നു, നാളെ ഇത് നിങ്ങളുടെ കഥയാണ്. ഇത്രയും നമ്മൾ പങ്കുവച്ച സമയം എന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ കഥയാണ്. ഞങ്ങൾ ഇരിക്കുന്നവരുടെ ചേഷ്ട, നിങ്ങൾ അവിടെ പോയിരിക്കും, എല്ലാം കഥകളാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ജോലിക്ക് പറ്റത്തില്ല. അപ്പൊ കഥാകൃത്ത് എന്ന് പറയുന്നത് സിനിമയ്ക്കാകട്ടെ, ഇപ്പോഴത്തെ സിനിമയിലേക്ക് വരുമ്പോൾ കഥാകൃത്ത് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചാൽ അയാള് വളരെ ഹൃദയവിശാലതയുള്ള ഒരാളായിരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ
ഈ കഥയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ആൾക്കാർ എല്ലാവരും ഈ കഥയിൽ ഇടപെടാം, ചോദിച്ചു കഴിഞ്ഞാൽ ഇടപെടാം. അതാണ് അവിടെ ശരിയാവത്തില്ല സാറേ, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ചേട്ടാ അവിടെ അത് പ്രശ്നമുണ്ട്, അവിടെ പൊളിയില്ല കഥ. ഇങ്ങനെ 56 അഭിപ്രായങ്ങൾ വരും ഈ കഥയെ സംബന്ധിച്ച്. എന്നിട്ട് പിന്നെ സംവിധായകൻ പോട്ടെ, ക്യാമറാമാൻ, നിർമ്മാതാവ് മുതൽ എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് വരാൻ പറ്റും. അതേസമയം ഒരു ക്യാമറാമാന്റെ ടെക്നിക്കൽ ജോലിയിൽ കഥാകൃത്തിന് കയറി ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഞാനതിന് കഥയുടെ ഒരു വലിയ വിശാലതയുടെ ഉദാഹരണമായിട്ടാണ് സത്യത്തിൽ കാണുന്നത്. അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഈ കഥാകൃത്തിനുണ്ടാണ്. അല്ലാതെ വേറെ ഒരു 3 അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് കൊള്ളത്തില്ല, ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ പൊളിയും കേട്ടോ എന്ന് 3 സംഭാഷണങ്ങൾ കേട്ട് തകരാനുള്ളതാകരുത് കഥാകൃതി. പിന്നെ സിനിമയെ കഥാകൃത്ത് അല്ലെങ്കിൽ മറ്റേ കഥാകൃത്ത് എന്നുള്ളത്. കഥാകൃത്ത് എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ഹൃദയം ഏത് സമയത്തും അലിയാനും ഏത് സമയത്തും ഈ ഖരരൂപത്തിലാകാനും പെട്ടെന്നുള്ള ഈ അടിയിൽ താടനങ്ങളിലൊന്നും കുലുങ്ങാത്തതുമായിരിക്കേണ്ടതായ ഒരു ഈ സ്വർണം പോലെ ഇതായിരിക്കണം. ഏത് സമയം നല്ല കട്ടി ഏത് രൂപാന്തരം ഭാഗിക്കുകയും ചെയ്തത്. അതാണല്ലോ അയാളുടെ തൊഴിൽ. ഒരു കഥയെ കഥാസന്ദർഭത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്കുമായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ള അയാളുടെ തൊഴിൽ. അയാൾ 10 പേർ വന്നിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ തകരേണ്ട ഒരാൾ ഒരിക്കലും കഥാകൃത്തായി പിൻകാലത്തോടെ ഇതിയില്ല. അയാൾക്കറിയാം അതിന്റെ യാത്രയെ സംബന്ധിച്ചുള്ള ധാരണ. ഈ 3 വിരുദ്ധാഭിപ്രായങ്ങൾ അതിന് ഒഴുക്കം കൂട്ടുന്ന ഒന്നായി മാറേണ്ട ഒരു സംഗതിയുണ്ട്. ഞാൻ ടീച്ചിങ്ങിന്റെ സ്ഥാനം പറഞ്ഞ പല സമയങ്ങളിൽ ക്യാമറ പിന്നെ സംവിധായകൻ അധീരനാവും. പല സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ചുമലിലാണ് ഒരു സിനിമ ചലച്ചിത്രം പുറത്തേക്ക് വരുമ്പോൾ 2 പേർക്ക് മാത്രം പ്രധാന നടന് ആണ് ഒരു പരിധി വരെ. കാര്യം അയാളുടെ സ്റ്റാൻഡത്തിന് പറയും. പക്ഷെ അയാൾ പെട്ടെന്ന് അതിജീവിക്കും. പക്ഷെ ഒരു സംവിധായകൻ അതിജീവിക്കുക എളുപ്പമുള്ള കാര്യമില്ല. അത് അയാളുടെ സ്വപ്ന പദ്ധതി. അയാളുടെ ഒരു ചെറിയ ജന്മത്തില് 2-3 വർഷം തീർന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അയാൾ മാത്രമാണ് ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി. എല്ലാ അയാൾ ഇങ്ങനെ ഓരോ കാറ്റിലും മഴയിലും എല്ലാം എഫക്റ്റഡാണ്. അത് വെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു പേർക്കൂടിയും അദ്ദേഹത്തിനില്ല. ഈ ചലച്ചിത്രം ബോധ്യപ്പെടുത്തുന്നവരെ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പൊ അവിടെ ഈ താങ്ങായി നിൽക്കേണ്ട ആള് എന്ന് പറയുന്നത് ഏത് ഭാവത്തിലും രൂപത്തിലും ഈ കഥയെ ഉരുവം കൊള്ളിക്കാൻ നിൽക്കുന്ന കലാകൃത്താണ്. അത് കഴിഞ്ഞൊരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഈ പറയുന്നതുള്ള ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നെ സംവിധായകൻ ചില സംവിധായകർക്ക് ഈ കാഴ്ചയുടെ എത്രയും ഭാഗങ്ങൾ കിട്ടിയാൽ മതി. പിന്നീട് അദ്ദേഹം അതുമായിട്ട് യാത്ര ചെയ്യാം. കോൺഫിഡൻസ് ലെവൽ എത്തിയപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത് തുടങ്ങും. അവിടെ വരെ നമ്മൾ സംവിധായകരോട് കൈപിടിച്ച് കൂടെ ഉണ്ടായിരിക്കണം. അദ്ദേഹം നമ്മളെ കൈപിടിക്കുന്നത് നമ്മൾ തീരുമാനിച്ചാൽ തന്നെ നമ്മളെ സത്യത്തിൽ തിരിച്ചാണ് കൈപിടിക്കുക. അതാണ് കഥ അല്ലെങ്കിൽ ഈ സംഗതികളുടെ ഒരു വലിയ വ്യാപ്തി എന്ന് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഒരു അനുഗ്രഹീത കലയിൽ നിന്നും ഇതിന്റെ അതികഠിനമായ യാതനകളിൽ നിന്നും നമ്മൾ കൂടെ നിൽക്കുന്നത്. മറ്റൊന്ന് ഈ കഥാപാത്രങ്ങളുടെ വ്യത്യാസമാണ്. ഇപ്പൊ കഥയിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇപ്പം 4-5 ചെറുപ്പക്കാരെന്ന നോവൽ പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അനുഭവിച്ചതെന്ന് വെച്ചാൽ കഥയിൽ അതിലെ പ്രധാന ആന്റഗോണിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മരിയാനോ എന്ന് പറഞ്ഞ കഥാപാത്രം പുസ്തകത്തിന്റെ അകത്ത് അയാളുടെ നന്മയുടെ ഷെയ്ഡ് കുറെ കൂടെ കൂടുതലാണ്. ഇയാള് പറയുന്നത് നിനക്ക് തരാം, ഞാൻ 2 ഭാഗം നിനക്ക് തരാം, അത്ര എനിക്ക് നിവർത്തിയുള്ളൂ, ഈ 2 ആഴ്ചകളിലൂടെ നിൽക്കും, ഈ ഉത്സവം വരുന്നത് ഇവിടെ നിൽക്കാം എന്ന ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പോവാതെ നിൽക്കുമ്പോഴത്തേക്ക് അവൻ നിവർത്തിയില്ലാതെ ഈ കയ്യിലുള്ള സാധനം വെച്ച് അടിച്ചു ഓടിക്കുക. സിനിമയ്ക്കത് പോരാ. സിനിമയ്ക്ക് നിങ്ങൾ ദൃഷ്ടാന്തമാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രയും വേണം പോകണ്ട, അതല്ല ഓക്കെ. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഈ പിന്നെ റീഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. മറ്റതങ്ങനല്ല, ഒറ്റ ദൃശ്യമാണ്. ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഞാൻ പറഞ്ഞത് എല്ലാ സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പൊതുവായ സിനിമകളിലേക്ക് എത്തുന്ന ഒരു സിനിമ അതിന് ഒരു കുറച്ചെങ്കിലും ഓടിയില്ലെങ്കിൽ അതിന്റെ ആൾക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാലാവസ്ഥ നിൽക്കുന്നുണ്ടാകും. അപ്പൊ അവിടെ ഒരു ഇയാള് ഈ ആള് ഈ ഇദ്ദേഹത്തിന് കുത്തി എന്നുള്ളത് എന്നിട്ട് ഇയാളിലേക്ക് നമ്മൾ കൂടുതൽ ഈ ക്രൈം അല്ലെങ്കിൽ ഇയാൾ കൂടുതൽ വൈസസ് അയാളിലേക്ക് നമ്മൾ പിന്നെ ആരോപിക്കുകയും അയാളുടെ ആ വൈസസിന് ആവർത്തനം ഉണ്ടാക്കി അയാളൊരു ആന്റഗോണിസ്റ്റായി നമ്മൾ പ്രതിഷ്ഠിക്കുക.
ആ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. കഥയിൽ ഇത് വേണ്ട, കാര്യം നമ്മൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അത്രയും സ്മൂത്താണ്. നിങ്ങൾ എന്നെക്കാൾ വലിയ വായനക്കാരനാണ്, ശരിയല്ലേ? കാരണം ഞാനിത് നിരന്തരമായി എഴുതുന്ന ഈ പ്രക്രിയയിൽ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എഴുത്തുകാരല്ല, നിങ്ങൾ എഴുത്തുകാരനല്ല, അല്ലെങ്കിൽ ഇതുപോലെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ളത് നിങ്ങൾ എഴുതുന്ന ആളല്ല. അപ്പൊ എത്രയോ ഉപരിയാണ്. അപ്പൊ അതിന് ഈ കഥാപാത്രത്തിന്റെ എല്ലാ സോഫ്റ്റ് ആയിട്ടുള്ള ഇതും അയാളുടെ കുഴപ്പങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള വലിയ ഹൃദയം ഉള്ള ആൾക്കാരാണ് വായനക്കാർ. സിനിമയുടെ കാഴ്ചക്കാരൻ സംഗതി അങ്ങനെയല്ല. അവൻ ഇതിന് നിങ്ങൾ പണം മുടക്കുന്നുണ്ട് പുസ്തകത്തിന്, പക്ഷെ മറ്റതങ്ങനല്ല. നിങ്ങൾക്ക് ഏത് സമയത്തൊന്നും വായിക്കാം, ഒരാഴ്ച എപ്പം വേണമെന്നും തുറന്നു വെച്ചു. മറ്റങ്ങനല്ല. എന്റെ 2 മണിക്കൂർ നേരം നിങ്ങൾ അടങ്കലായിട്ട് ഒരേ സമയത്ത് നിങ്ങൾ വാങ്ങിച്ച് ഈ 2 മണിക്കൂർ നിങ്ങൾ കാണുക, നിങ്ങൾ ചെയ്തിരിക്കുക, നിങ്ങളെ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളതിനെ അടച്ചിട്ടിരിക്കുകയാണ് 2 മണിക്കൂർ ഇത് കേട്ടത്. എന്റെ ഈ പറഞ്ഞ നമ്മൾ തടങ്കലിലാണ് എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. അല്ലാതെ ഇപ്പം നമ്മളൊരു വലിയ ഗ്രഹത്തിന്റെ തടവുകാരാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലോ നമ്മളെ വിയൂരി കൊണ്ടുവന്ന് നിങ്ങൾ തടങ്കലിലാണ് 3 എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിനെ വിസ്മരിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അവർ വളരെ വൈബ്രേറ്റഡ് ആണ്, വയലന്റ് ആണ്, ഒക്കെയാണ്. നിങ്ങളുടെ സംഗതിയെ ഞാൻ സഹിക്കുന്ന വന്നിരിക്കുന്നു എന്നും മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് സാർ. ഈ വ്യത്യാസം ഈ കഥയും ഇത് തമ്മിൽ വലിയ അന്തരം ഉണ്ടാക്കുന്നതാണ്, അതിന്റെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ജീവിക്കുന്ന കഥാപാത്രങ്ങളിലെ ഒരു അപ്രധാന കഥാപാത്രം സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതിലേക്ക് മാറും. അങ്ങനെ വലിയ രൂപാന്തരങ്ങൾ വരുന്നുണ്ട് ഈ സംഗതി. അത് വലിയ പാഠവും ഇതൊക്കെയാണ്. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോസഫ് സാറും മറ്റു സാധനങ്ങളും പറയും. ഞാൻ വലിയ സമയമായതുകൊണ്ട് ഈ സെഷനിൽ നിന്ന് ഇന്ദുഗോപൻ തൽക്കാലം പിൻവാങ്ങുകയാണ്. ഒരു ചലച്ചിത്രം, അതിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ രീതിശാസ്ത്രം, മറ്റു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് തിരക്കഥാകൃത്ത് ആയി നിൽക്കുന്ന ഒരാൾ ഇടപെടുന്ന ഒരു സന്ദർഭം, അതിന്റെ ചേഞ്ച് ഒക്കെ അത് പറയുന്നത് കേട്ടപ്പോ MT പെരുന്തച്ചൻ എന്ന സിനിമക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്രഗണ്യനായ തത്വശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ പെരുന്തച്ചൻ ഉണ്ടാക്കിയ ആ വലിയ ക്ഷേത്രം, അത് ബഡ്ജറ്റിനനുസരിച്ച് അത്ര വലിയ ക്ഷേത്രം, ആ പെരുന്തച്ചന്റെ പെരുമയെ കാണിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രം സാധ്യമല്ല നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം. MT ഒറ്റ വാക്യം എഴുതി കൊടുക്കുകയാണ്. പെരുന്തച്ചന്റെ മകൻ പറയുന്ന ഒരു പരിഹാസപൂർവ്വം പറയുന്ന ഒരു കമന്റ്, ഈ തത്തക്കൂട് പണിയാൻ പെരുന്തച്ചന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നതോടുകൂടി ആ സിനിമയിലെ നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും ഒക്കെ ആ ബഡ്ജറ്റിനെ ഒക്കെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വാക്ക് ഉണ്ടായി മാറുകയാണ്. അപ്പൊ നമ്മളെപ്പോഴും സാഹിത്യകൃതി സിനിമയായി മാറുമ്പോൾ എപ്പോഴും ആലോചിക്കാറുള്ളത് അതതിന്റെ സാഹിത്യത്തോട് എത്രമാത്രം നീതി പുലർത്തി എന്ന ചോദ്യമാണ് ആദ്യം ഉണ്ടാവുക. അതിന്റെ മുകളിലാണ് എഴുത്തുകാരും സംവിധായകരും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുക, വായനക്കാരും സംവിധായകരും തമ്മിലുള്ള, അല്ലെങ്കിൽ വായനക്കാരിലെ കാഴ്ചക്കാരും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുക. ഒരുപാട് ചേഞ്ച് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്, എന്തൊക്കെ സാഹിത്യാംശത്തിന്റെ അഭാവത്തെ എങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് ആ സാഹിത്യ അംശത്തെ ചേർത്ത് പിടിക്കുക എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. ഇപ്പോ ഷൺമുഖദാസ് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പഴയ ലേഖനത്തിൽ അദ്ദേഹം സത്യത്രയെ കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിഭൂതിഭൂഷന്റെ 300 കഥാപാത്രങ്ങളെ സത്യത്ര അപുത്രയൻ എടുത്തപ്പോൾ 30 കഥാപാത്രങ്ങളിലേക്ക് ചുരുക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാക്കി 270 കഥാപാത്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം വായനക്കാരന്റെ മുന്നിൽ, കാഴ്ചക്കാരന്റെ മുന്നിലുള്ളതാണ്. തീർച്ചയായും ലോക സാഹിത്യം സിനിമയാകുമ്പോൾ ഉണ്ടായിട്ടുള്ള വായനക്കാരന്റെയും കാഴ്ചക്കാരന്റെയും സംഘർഷങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി ഇങ്ങേയറ്റത്ത് ജോസഫ് സാറ് ഇപ്പൊ ഒരു നോവലും കൂടി എഴുതിയിട്ടുണ്ട്, മരിച്ചവരുടെ യുദ്ധങ്ങൾ, ഫിക്ഷനിലും ഇടപെട്ട് തുടങ്ങിയ നിരൂപകനാണ്. ദീർഘകാലത്തെ കാഴ്ചയുടെ വളരെ ക്രിറ്റിക്കലായി സിനിമയെ നോക്കിക്കണ്ട ഒരു എഴുത്തുകാരനും കൂടെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഒരു കുറച്ച് വ്യത്യസ്തമായ കാര്യമാണ് പറയാനാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരും പറഞ്ഞതും
ഫോക്കസ് ചെയ്തത്. സാഹിത്യം സിനിമയാകുമ്പോഴുള്ള ഞാൻ ആലോചിക്കുന്നത് അതല്ല. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് ഈ സാഹിത്യം അതിൻ്റെ രചനയിൽ എങ്ങനെയാണ് സിനിമയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്, സിനിമയെ എങ്ങനെയാണ് അത് എഴുത്തുകാരനെ സ്വാധീനിച്ചിട്ടുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ സിനിമയെ പരിശോധിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സിനിമയുടെ ഘടനയ്ക്കകത്ത് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇല്ലാത്തത്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ സിനിമ തന്നെ ഒരു ആധുനികമായിട്ടുള്ള യന്ത്രവൽക്കരണ സമൂഹത്തിൻ്റെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൻ്റെ ഒരു ആർട്ടാണ്. അപ്പൊ സിനിമ ആദ്യം ഒരു കലാരൂപമായിട്ടൊന്നും എഴുത്തുകാരോ അക്കാലത്തെ സാംസ്കാരിക പ്രവർത്തകരോ അവർ സ്വയം എലീറ്റായി നിന്നുകൊണ്ട് അവരതിനെ അംഗീകരിച്ചിട്ടേ ഇല്ല. അതിന് സിനിമ കണ്ട ആദ്യ സിനിമ കാണുമ്പോൾ മാക്സിം ഗോർക്കി പറഞ്ഞത് ഇത് ഒരു താൽക്കാലിക രസത്തിന് അവസാനിക്കാവുന്ന ഒരു സാധനമാണ്, ഇത് നിലനിൽക്കാൻ പോകുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തെ പോലെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു റൈറ്റർ, വലിയ വീക്ഷണമുള്ള ആൾ, വലിയ പരിചയമുള്ള ആൾ. അപ്പൊ അദ്ദേഹത്തിനെ കടന്നാണ് സിനിമ പോയത്. അപ്പോ സിനിമ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആഖ്യാന രൂപമാവുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാവുകയും ചെയ്ത ആ കാലത്ത് എഴുത്തുകാർ ഒരു പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ വളരെ പോപ്പുലറായി, സിനിമയുടെ കാഴ്ച വളരെ പോപ്പുലറായി, പലതരത്തിലുള്ള സിനിമകൾ വരികയാണ്. അന്ന് വരെ സാഹിത്യഗതികളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത രചനാ സങ്കേതങ്ങൾ സിനിമയിൽ. അപ്പൊ ഈ മോഡേൺ ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ ആധുനിക സാഹിത്യകാരന് സിനിമയുമായി മത്സരിച്ച് തന്റെ എഴുത്തിന്റെ വഴിയിൽ നിൽക്കണമെങ്കിൽ സിനിമയുടെ വഴികൾ സ്വാഭാവികമായും തന്റെ രചനയിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ബോധപൂർവമായോ അബോധപൂർവമായോ സിനിമയുടെ സാങ്കേതികത, സിനിമയുടെ ടെക്നിക്സ് തന്റെ കൃതികളിൽ ഉപയോഗിക്കേണ്ടത്. കഥയാണെങ്കിലും നോവലാണെങ്കിലും കവിതയാണെങ്കിലും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഈ പല ആളുകളും നമ്മളിപ്പോ യുളീസസ് വായിച്ചിട്ടുണ്ടാവും, ജെയിംസ് ജോയ്സിന്റെ വലിയ പഴയ തലമുറയിലെ ആളുകളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അതുവരെയുള്ള നോവലിന്റെ രചനാ രീതിയെ, അതിന്റെ സങ്കേതത്തെ പാടെ അട്ടിമറിച്ച സാധനം. അതിൽ സിനിമയുടെ സങ്കേതമുണ്ട്, ധാരാളം സങ്കേതങ്ങൾ സിനിമയുടേതായി. സിനിമ വികസിപ്പിച്ചെടുത്ത ധാരാളം എഡിറ്റിങ്, പാരലൽ കട്ടിങ്, അതിൻ്റെ ഒരു കണ്ടന്റിൻ്റെ ഒരു താളം ഉണ്ടാക്കുന്നത്, ഈ ബോധധാര സമ്പ്രദായം പോലുള്ള സംഭവങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ എല്ലാ സാഹിത്യകാരന്മാരിലും നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളിലും സിനിമയുണ്ട്. ഞാൻ പറഞ്ഞത് സിനിമ അല്ല, ഒരു സാഹിത്യം സിനിമയാക്കുമ്പോഴുള്ള പ്രശ്നമല്ല ഞാൻ അഭിസംബോധന ചെയ്തത്. അത് കണ്ടിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് സിനിമ എങ്ങനെയാണ് സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമയുടെ ഒരു സംവേദനം സാധ്യമാവുന്നത് കാഴ്ചയിൽ
വളരെ ഫലപ്രദമായി ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത് പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം സൈലന്റ് സിനിമയാണ്, ശബ്ദമൊന്നുമില്ല. ശബ്ദമില്ലാത്ത പോലെ ഐസൻസിന്റെ പൊട്ടങ്കിൽ ബാറ്റിഷ പൊട്ടങ്കിൽ ശബ്ദമുള്ളതുപോലെ നമ്മൾ ഫീൽ ചെയ്യും. ഐസൻസ്റ്റൈൻ തൻ്റെ ബാറ്റിഷ പൊട്ടങ്ങൾ അടക്കമുള്ള സിനിമകളിൽ മൊണ്ടാഷ് എന്ന സംഗതി ഉപയോഗിക്കും. ഞാൻ 2 വ്യത്യസ്തമായിട്ടുള്ള ഷോട്ടുകളെ, വ്യത്യസ്ത അർത്ഥങ്ങളുള്ള 2 ഷോട്ടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പല ദൈർഘ്യമുള്ള ചെറുതും വലുതുമായ ഷോട്ടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൂന്നാമതൊരു അർത്ഥം ഉണ്ടാക്കുക. ഒരു അർത്ഥം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഘടനയിൽ എഡിറ്റിംഗ് കൊണ്ട് വരുന്ന ഒരു താളമുണ്ട്, ഒരു ഋതം. എല്ലാ ആർട്ട് ഫോമിലും ഒരു ഋതമുണ്ട്. സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഋതമുണ്ട്, നോവലിനും ഋതമുണ്ട്. അപ്പൊ ഐസൻസ്റ്റൈൻ്റെ സംഭാവനയായിട്ടുള്ള ഐസൻസ്റ്റൈൻ കണ്ടുപിടിച്ച അതിലെ നിരവധി പരീക്ഷണങ്ങളിലൂടെ കൊളഷോവിൻ്റെയൊക്കെ അതിൻ്റെ സ്കൂളിൽ നിന്ന് ഐസൻസ്റ്റൈൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൊണ്ടാഷ് സിദ്ധാന്തത്തെ പിന്നീടുള്ള നോവലുകളിലൊക്കെ ധാരാളം ഉപയോഗിക്കും അല്ലേ? അതേപോലെ ധാരാളം അതിനെക്കുറിച്ച് തന്നെ തൻ്റെ സിനിമയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സിനിമയിൽ നമുക്ക് ഏത് കൊച്ചുകുട്ടിക്കറിയാം, സിനിമയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു തിരശ്ശീലയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളും അതിലുള്ള ശബ്ദപ്രപഞ്ചവും. ശബ്ദമില്ലായിരുന്ന കാലത്ത് നമ്മൾ ശബ്ദമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് കണ്ടിരുന്നത്. സൈലൻസ് സിനിമയ്ക്ക് ഒപ്പം ശബ്ദം പുറത്തു നിന്നാണ് കൊടുത്തിരുന്നത്. അത് പ്രൊഫസറൊക്കെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഈ സൈലൻസ് സിനിമയുടെ കാലത്ത് ഈ സൈലൻസ് സിനിമയ്ക്ക് സൗണ്ട്, മ്യൂസിക് സൗണ്ട് കൊടുക്കുന്ന, അത് ഇടയ്ക്ക് അതിന്റെ അർത്ഥം വിളിച്ചു പറയുന്ന, ഇടപെടുന്ന ഒരു വലിയ സംഘമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ ശബ്ദത്തിന്റെ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ അത് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് സംഭാഷണമാണ്. സംഭാഷണം തന്നെ വാക്കുകളും നല്ല അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളും പലതരം അതിൻ്റെയൊക്കെ കൂട്ടിച്ചേർക്കലുകളും കൊണ്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഒപ്പം ശബ്ദമുണ്ട്, മ്യൂസിക്കുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന മ്യൂസിക്കുണ്ട്. അങ്ങനെ ഓരോ സന്ദർഭത്തിനും ആവശ്യമായ അതിന് വൈകാരികത ഉണ്ടാക്കുന്ന, അതിന് ഊന്നൽ കൊടുക്കുന്ന സംഗീതം കൊടുക്കുന്നുണ്ട്. ആ ശബ്ദത്തിന് സിനിമയുടെ സൃഷ്ടിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒപ്പം തന്നെ ഈ ആംബിയൻ മ്യൂസിക് ഉപയോഗിക്കും. സിനിമ എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ ആ പരിസരത്തുള്ള സ്വാഭാവികമായ സ്വരങ്ങൾ ഉപയോഗിക്കും. പക്ഷികരയുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റാണെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർ ഇങ്ങനെ സാധനം വിളിച്ചു പറയുന്നതും ആൾക്കാർ വർത്തമാനം പറഞ്ഞതൊക്കെ വരും ആംബിയൻ മ്യൂസിക്. ഇതെല്ലാം കൂടി കാണുന്ന ശബ്ദപ്രപഞ്ചത്തിലാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സിനിമ അതിൻ്റെ വഴി ഈ സാഹിത്യത്തിൽ വിവരിക്കുമ്പോൾ സാഹിത്യം പ്രധാനമായിട്ട് അതിൻ്റെ ക്യാമറ ആംഗിളുകൾ, അതിൻ്റെ ഷോട്ടുകളൊക്കെ വളരെ പ്രധാനമുണ്ട്. സാഹിത്യത്തിൽ അതൊക്കെ ഉണ്ടെന്നാണ്. സംവിധായകൻ സിനിമയിൽ ഉപയോഗിക്കുന്നത്, അതിലൊരു ക്യാമറ ആംഗിൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക വീക്ഷണം കൊണ്ടുണ്ടാക്കാനാണ്. എങ്ങനെയാണ് അയാൾ ഇതിനെ കാണുന്നത്, നമ്മളതിനെ കാണുന്നത് എന്നാണ്. കാരണം ക്യാമറ ആംഗിൾ മാറുമ്പോൾ അതിന് ഊന്നൽ മാറും. പക്ഷെ ഹൈ ആംഗിൾ ക്യാമറ ആകുമ്പോൾ ഒബ്ജക്റ്റ് വേണം, വേറെ ഒബ്ജക്റ്റിന്റെ പ്രാധാന്യം പറയാണ്. ലോ ആംഗിൾ ആകുമ്പം വേറൊന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള ആംഗിളുകളുണ്ട് അതിന്റെ സൂക്ഷ്മത മാറ്റം. ഇതേപോലെ സാഹിത്യത്തിലും ഒരു എഴുത്തുകാരന്റെ വീക്ഷണം, പലതരത്തിലുള്ള വീക്ഷണം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ സിനിമയിൽ അത് ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ഇപ്പൊ പ്രസവയാണ്, അഗ്രപ്രസവം. പ്രസവയുടെ കാര്യം നേരത്തെ ജോലിച്ചു പറഞ്ഞത്. പ്രസവയുടെ വാഷണം കോരെല്ലാവരും കണ്ടിട്ടുണ്ടാവും.
അത് കണ്ടിട്ടെങ്കിലും കാണണം എന്നാണ് ഞാൻ. അതില് പലതരം വീക്ഷണങ്ങൾ, ഒരു കഥയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഫോക്കസ് കൊടുക്കാതെ 4 പേർ വ്യത്യസ്ത കഥയാണ് പറയുന്നത്. ഒരേ സംഭവമാണ്, ഒരേ സത്യമാണ് ആയിരിക്കാം. 4 പേർ ആ സംഭവത്തെ വിശദീകരിക്കുന്നത് 4 രീതിയിലാണ്, 4 വീക്ഷണകോണിലൂടെയാണ്. അത് ഏതാണ് ശരിയെന്നും പിന്നെ കുറച്ചോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന സിനിമയുടെ സാങ്കേതികതയില്ല. ഈ സാങ്കേതികത ഉപയോഗിച്ച് അതേ രീതിയിൽ ധാരാളം സാങ്കേതികതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ നോവലിൽ ഇപ്പൊ വൈഡാനിക് ഷോട്ട് ഉപയോഗിക്കുന്നു, സിനിമയിലാണ് വൈഡാനിക് ഷോട്ട്. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു നോവലിന്റെ കഥാപ്രപഞ്ചത്തെ ഒരു തുടങ്ങുമ്പം അതിനൊരു പരിസരത്തെ കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ ഒരു റിപ്പോർട്ടിംഗ് രീതി പോലുള്ളതാണ് വൈഡാനിക്. അത് സിനിമയിൽ നിന്ന് സ്വീകരിച്ചാണ്. അതുപോലെ ഇടയ്ക്ക് ഏത് സമയത്തും വേണമെങ്കിൽ അത് പിന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. പാരലായിട്ട് വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത കാലത്തുള്ള ഒരു ദൃശ്യം സിനിമയിൽ കയറി വരും. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ശീലമായി, നമുക്ക് പ്രശ്നമില്ല. നമ്മളതുമായി അതിൻ്റെ ഒരു ട്രാൻസിഷൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. നോവലിലും അങ്ങനെയുണ്ട്, സാഹിത്യത്തിൻ്റെ ധാരാളമുണ്ട്. പിന്നെ എലിയറ്റിന്റെ ഈ വേസ്റ്റ് ലാൻഡ് എന്ന കവിതയിൽ പോലും സിനിമയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയുടെ ഉപയോഗം, സിനിമയുടെ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ എഡിറ്റ് പാറ്റേൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിനിമയ്ക്കൊരു താളം ഉണ്ടാക്കുന്ന പോലെ നോവലിന്റെ വായനയിൽ ഒരു എഴുത്തുകാരന് സ്ലോ ആയിട്ട് പോവാം, വേഗതയിൽ പോവാം. ചിലത് അദ്ദേഹം വിചാരിക്കുകയാണ് കുറച്ച് സമയമെടുത്ത് വളരെ ഫോക്കസ് ചെയ്ത് ആണ് പറയേണ്ടത്, ചിലത് പെട്ടെന്ന് പോകേണ്ടതുണ്ടാകും. ഇത്ര ഇന്റർകട്ടുകൾ ഒക്കെ സാഹിത്യത്തിൽ വളരെ വിശദമായി നാം അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ സാഹിത്യത്തിന്റെ സിനിമാ വഴികൾ എന്തൊക്കെയാണ് സിനിമ സാഹിത്യത്തിന് സംഭാവന ചെയ്തത്, സിനിമയ്ക്ക് സാഹിത്യം എന്താണ്? സിനിമയുടെ തുടക്കം മുതൽ തന്നെ സിനിമ ചിത്രകലയും സംഗീതവും നാടകവും സാഹിത്യവും അതിൽ നിന്നൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സ്വീകരിക്കുകയും ഇതിനെല്ലാം വളരെ വ്യത്യസ്തമായി ഇതൊന്നും അല്ലാത്ത ഒരു കലാരൂപത്തെയാണ് ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കലാരൂപമായി സിനിമയായി മുമ്പോട്ട് വെക്കുന്നത്. അതിനപ്പോൾ ഒരു നല്ല സിനിമയിൽ പിന്നെ നാടകമില്ല എങ്കിൽ ഡ്രാമയുടെ എലമെന്റ് ഉണ്ട്, ഉണ്ടെങ്കിലുണ്ട്. ഇപ്പൊ നമ്മൾ കട്ടക്കിന്റെ സിനിമകൾ നോക്കിയാൽ കട്ടക്കിന്റെ സിനിമകൾ നോക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഡ്രാമ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വൈകാരികത ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ നിങ്ങൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലുകളിൽ സാഹിത്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള സിനിമാറ്റിക് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാൻ പറ്റും. അതിന്റെ ഒരു തുടക്കം ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു സിനിമ നമ്മൾ വാക്കാണ് ചർച്ചയെങ്കിലും ഒരു നിശബ്ദ സിനിമയുടെ കാലത്ത് ഉണ്ടായ സിനിമകളും ഒരു വാക്കിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായ കാലത്തെ സിനിമയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനത് പറയാൻ കാരണം MT സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്നത് മുറപ്പെണ്ണ് എന്ന സിനിമയാക്കിയ സന്ദർഭത്തിൽ എഴുതിയ തിരക്കഥ വായിച്ചപ്പോൾ പി ഭാസ്കരൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇതിലെ സംഭാഷണങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ അതൊന്നും കേൾക്കാതെ പിന്നീട് സിനിമയായി മാറി. വർഷങ്ങൾക്ക് ശേഷം MT പറയുന്നുണ്ട്, ഇന്നാണ് ഞാൻ മുറപ്പെണ്ണ് എടുത്തിരുന്നതെങ്കിൽ
അതിൽ 3/4 സംഭാഷണങ്ങളും ആ സിനിമയിൽ ഉണ്ടാകുമായിരുന്നില്ല. സിനിമ ഒരു ദൃശ്യകലയാണ് എന്ന ഒരു ബോധ്യത്തിലല്ല അത് എഴുതപ്പെട്ടത് എന്ന് പറയുന്നു. ഇങ്ങേയറ്റത്ത് നിന്ന് നമ്മൾ സാഹിത്യ കൃതിയെ സിനിമയാക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നത്, ഇപ്പൊ സിനിമ തിരിച്ചും സാഹിത്യം അങ്ങോട്ടുമുള്ള പരസ്പര സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ 2-ാം ഊഴം എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത് ഒരു എപ്പിക് സിനിമയുടെ ഒരു ഗ്രാൻഡ് ഒരു ഷോട്ടിലാണ്. അത് തുടങ്ങുന്നത് തന്നെ കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും തിരകൾ തീരത്ത് തല തല്ലിക്കൊണ്ടലറി. അത്ഭുതത്തോടെ അവിശ്വാസത്തോടെ അവർ പാറക്കെട്ടുകൾക്ക് മുകളിൽ നോക്കി നിന്നു. ദൂരെ കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിലാകണം കുറച്ച് ജലം നിശ്ചലമായി കിടക്കുന്നു. ഉത്സവ ക്രീഡ കഴിഞ്ഞ് കാലം നിശ്ചലമാകുന്നത് പോലെ. അവിടം വരെ ഉള്ള ഷോട്ടിൽ നമുക്ക് കറക്റ്റ് 2-ാം ഊഴം എഴുതിയത് ഒരു വലിയ ഈ പറഞ്ഞ ഒരു എപ്പിക് മൂവിയുടെ ഷോട്ടായിട്ട് അദ്ദേഹം പറഞ്ഞത് ചേർത്ത് വെച്ച് നമുക്ക് നോക്കിയാൽ കാണാം. തീർച്ചയായും അവസാനം പറഞ്ഞ MT എഴുതിയ വാക്ക്, ഉത്സവ ക്രീഡ കഴിഞ്ഞ കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ എന്നെഴുതിയെടുത്ത് സിനിമ സംവിധായകൻ അതിന്റെ മുന്നിൽ നിശബ്ദനായി അല്ലെങ്കിൽ സംഘർഷപൂർവ്വം നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ആ നിൽപ്പാണ് തീർച്ചയായും സിനിമയും സാഹിത്യവും തമ്മിലുള്ള വേർതിരിവിന്റെ ആമുഖം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ആ വാക്കിന്റെ ആ നിശബ്ദ സിനിമയുടെ സാന്നിധ്യവും ആ വാക്കിന്റെ കലയിലേക്ക് മാറിയ ഒരു കാഴ്ചയുടെ കാലം, ഇതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തി മധുവാരി സംസാരിച്ചുകൊണ്ട് ഇത് ഓഡിയൻസിലേക്ക് കൈമാറും. എനിക്ക് പറഞ്ഞൊരു കാര്യത്തിന്റെ തുറച്ചു തന്നെ ഞാൻ പറയുന്നത്. കാരണം സാഹിത്യം നമുക്ക് സിനിമയും സിനിമ സാഹിത്യവും പരസ്പര പൂരകമായിട്ട് മാറാറുണ്ട്. പഴയകാലത്ത് വളരെ സജീവമായിട്ടുള്ള നോവലുകളും ചെറുകഥകളും ഒക്കെ സിനിമയാക്കുമ്പോൾ റാഷമോൺ പോലും ഈ റാസോഗോ തലവയുടെ ചെറുകഥ എടുത്തിട്ട് ചെയ്തതുപോലെ അല്ല, ആ ചെറുകഥ പോലെയേ അല്ല സിനിമ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന സാധനം വെച്ചാൽ നമുക്കൊരു നോവലിസ്റ്റ് നാട് ജീവിതം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഒരു നോവലും വളരെയധികം ലോകത്തുള്ള സകലമായ മനുഷ്യരും വായിക്കപ്പെട്ടിട്ടുള്ള വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതി എന്ന രീതിയിൽ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വേറൊരു സിനിമയാണ്. ഇത് സ്വാഭാവികമായിട്ടും എഴുത്തുകാരനും സംവിധായകനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ്. വേണമെങ്കിൽ എഴുത്തുകാരൻ ആയിട്ട് നിൽക്കുകയും അയാൾ എഴുതുന്ന തിരക്കഥയിൽ, ഇപ്പം ഞാനത് ഏറ്റവും നല്ല ഉദാഹരണമുണ്ട്, MT സാറിന്റെ തിരക്കഥ എഴുതിയിട്ട് MT സാർ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും MT സാറും മറ്റൊരാൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള സിനിമകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് ആ സിനിമകൾ കണ്ടാൽ അറിയാവുന്ന കാര്യമാണല്ലോ. സദയം പോലെ ഒരു ചലച്ചിത്രത്തിന്റെ സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയല്ല അദ്ദേഹം തന്നെ ചെയ്ത. ഇതിനോട് സമാനമായിട്ട് ആലോചിച്ചാൽ പോലും ഈ മെന്റലാക്കി തന്നെയായിട്ടുള്ള വാരിക്കുടി എന്ന് പറയുന്ന നോവൽ ഒരു സിനിമയുള്ളത്. കാരണം മനസ്സിന്റെ ഈ കുഴപ്പം പിടിച്ച അവസ്ഥയാണ് ആ കഥ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. വാരിക്കുടി കുടിയിൽ പെട്ടുപോയ ആനയെ പോലെ ഒരു കുടുംബത്തിൽ പെട്ടുപോയ ഒരാളുടെ കഥയാണത്. അത് തന്നെയാണ് ജയിലിലൊക്കെ പെട്ടുപോയ ഒരു മനുഷ്യന്റെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടത്. ഈ പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡീസിന്റെ സാധ്യതകളുണ്ട്. പക്ഷെ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത്. സാഹിത്യം എൻ്റെർലി മാറി നിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല എന്നാണ് ഒരു വായനക്കാരൻ, സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ അതിനെ കാണുന്നത്. കാരണം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ കണ്ടു പോകുന്നത് ഞാൻ പറയാൻ ആലോചിക്കാം. ആടുജീവിതം എന്ന സിനിമ ഞാൻ പേഴ്സണലൈസ് ചെയ്ത സാധനം എൻ്റെ അമ്മയെ കൊണ്ടുപോയി ഞാൻ കാണിക്കുന്നത്. നമുക്ക് നോവൽ വായിച്ച് നല്ല പരിചയമുള്ളൂ. പക്ഷെ അവർ എന്നോട് പറഞ്ഞു ഇതുപോലൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അത് വേറൊരു കഥയല്ലേ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് സത്യമാണ്. കാരണം ആ നോവലിനെ ആസ്പദമാക്കി തന്നെയാണ് വന്നത് എന്ന് പറയുമ്പോൾ അവർ വായിച്ച കഥയല്ല ഈ സിനിമ എന്ന് അവർക്ക് ബോധ്യമുണ്ട്. 93 വയസ്സായ അവരുടെ ബോധത്തിനകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സിനിമ എന്ന് പറയുന്നതും സാഹിത്യം എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ട് നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന എഴുത്തുകാരൻ, എഴുതിയ എഴുത്തുകാരനും വായിച്ച ചലച്ചിത്രകാരനും
അത് വായിച്ച ചലച്ചിത്രകാരനാണ് ഞാൻ. അവിടെയാണ് വാക്കിനകത്ത് സാധ്യതകൾ ഉണ്ടാകുന്നത്. നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഒരു ഒറ്റ വാക്ക് കൊണ്ട് ഒരു വലിയ കഥ മുഴുവൻ പറഞ്ഞു വെക്കും. പല്ല് കൊഴിഞ്ഞ സിംഹം എന്നായിട്ട് രാമേട്ടനെ കുറിച്ച് പറഞ്ഞു പോയിരുന്ന സാധനങ്ങളുണ്ട്. ആ ഒരു വാക്കിനകത്ത് ക്യാരക്ടർ എന്താണെന്ന് സാധനങ്ങൾ, കാരണം അത്രയും തന്നെ പവർഫുൾ ആയിട്ട് നമുക്ക് വാക്ക് കൊണ്ട് പറഞ്ഞു വെക്കാം. പക്ഷേ സിനിമയിലേക്ക് അത് ചെയ്യണമെങ്കിൽ ആ ആക്ടർ, ആ അറ്റ്മോസ്ഫിയർ, അതിനകത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, കഥയിൽ ഇയാളുടെ മനസ്സെങ്ങനെ പറയണമെന്നുള്ളത്. ഞാൻ വീണ്ടും സദയം കുറെ എം ടിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എം ടിയുടെ സദയം എന്ന സിനിമയിൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ രണ്ടാമത്തെ പ്രാവശ്യവും ഈ ജയാമർജി തള്ളി എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടിലേക്കാണ് പോകുന്നത് വേണുവിന്റെ ക്യാമറ. അത് രണ്ട് കണ്ണുകളും പുരികവും മാത്രമാണ്. ഈ രണ്ട് കണ്ണുകളും മാത്രം ഡെഡ് സൈലന്റ് ആയ കണ്ണായാൽ മാത്രം നിൽക്കുന്നതല്ല. അങ്ങനെ എന്ത് ദൈവമേ ഇനി ഒരു രക്ഷയുമില്ലേ എന്ന് ചോദിക്കുന്ന ആ കണ്ണിനകത്ത് നിന്ന് പുരികത്തിൽ ഒരു വെട്ടൽ ആ മനുഷ്യന് ആക്ടർ കൊടുത്തിട്ടുണ്ട്. കാരണം കണ്ണും പുരികവും മാത്രമുള്ള ഒരു ഷോട്ടിനകത്ത് കണ്ണ് ഡെഡാണ്. അക്ഷരാർത്ഥത്തിൽ ഇനി എന്ത് എന്ന് ചോദിക്കുന്ന ഇടത്ത് കണ്ണ് ഡെഡാകുമ്പോൾ എവിടെ കൊണ്ട് അഭിനയിക്കുമെന്ന് വെച്ചാൽ അത് ആക്ടർ അയാളുടേതായ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നതാണ്. കാരണം വീണു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു വെട്ടലുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഞാൻ എപ്പോഴും നിരൂപണത്തിന്റെ വഴികളിൽ വലിയ കാര്യങ്ങളുണ്ട്. ഒരു സിനിമ കണ്ട ഒരു എഴുത്തുകാരൻ കണ്ടതും സംവിധായകൻ കണ്ടതിനും അപ്പുറത്തേക്ക് ലോകവ്യാപകമായിട്ട് ആ സിനിമയെ വ്യാഖ്യാനിക്കാൻ ഒരു നിരൂപന് കഴിയും. അങ്ങനത്തെ നിരൂപകൻ ഇല്ല സത്യത്തിൽ. അത് അത്രയും പേര് കണ്ടുകൊണ്ട് പോകുന്ന ഒരു നിരൂപകന്റെ സാധ്യതകൾ അദ്ദേഹത്തിന്റെ സിനിമ കാഴ്ചകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കാഴ്ച കാണാൻ നമുക്ക് പറ്റുമെങ്കിൽ വാക്കും സാഹിത്യത്തിന്റെ വാക്കും സിനിമയുടെ വാക്കും രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്ന് നിൽക്കണം. ഒരു നിശബ്ദ സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുണ്ട്, നിശബ്ദ സിനിമയിൽ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം ആ വാക്ക് പ്രേക്ഷകന്റെ മനസ്സിലാണ് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാളാണ് ഇപ്പോൾ നിശബ്ദമായ ഒരു സിനിമയിൽ നിന്ന് ചാപ്ലിന്റെ സിനിമ നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓഡിയൻ അവന്റെ ഉള്ളിൽ നിന്ന് പറയും, ഇപ്പോഴും പറയും. പക്ഷേ സിനിമയിൽ ഡയലോഗുകളോ ഒന്നും തന്നെ ഇല്ല, കാഴ്ചകൾ മാത്രമുള്ളൂ. ഈ കാഴ്ച കണ്ടു പോകുന്ന ഒരു പ്രേക്ഷകൻ സാഹിത്യം വായിക്കുന്നത് പോലെയല്ല സിനിമ വായിക്കപ്പെടുന്നത് എന്ന് ഈ പുതിയ കാലത്ത് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പുതിയ കാലത്ത് കുട്ടികളിലേക്ക് വരുമ്പോൾ അവർ ഒരു വരിയിൽ ഒരു വാക്കിൽ ചിലപ്പോൾ ഒരു വലിയ കടലിന്റെ കഥ തന്നെ പറഞ്ഞേക്കും എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ ചർച്ച ഇപ്പൊ ഏതായാലും അദ്ദേഹം പറഞ്ഞ ഈ പുതിയ കാലത്തിന്റെ കാലത്തെ സാധ്യതയും നേരത്തെ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ആ സിനിമകളെ കുറിച്ചുമൊക്കെ ചേർത്ത് വെച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഈ ഓഡിയൻസിനുള്ള അവസരമാണ് ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ സംഘാടക മൈക്ക് വ്യൂവേഴ്സ് ആർക്കും കാര്യം. അപ്പോൾ സാറിനെ പറഞ്ഞ സാറ് ഒരു റൈറ്റിംഗ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോവൽ ബാത്തിൻ്റെ ഒരു കോപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുത്ത് കംപ്ലീറ്റ് ആക്കി അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ എഴുത്തുകാരൻ്റെ മരണം സംഭവിച്ചതുപോലെ പിന്നീട് അത് ബാക്കിയെല്ലാം അത് അവരുടെ വായനക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇപ്പം ജാക്വിസ് ഡെറീഡ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എഴുതപ്പെട്ട വാക്കും പറയപ്പെട്ട വാക്കും, ഈ രണ്ട് വാക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഉപദ്രവമായിട്ട് തോന്നുന്നു ആ വാക്ക്. പക്ഷേ നമ്മൾ അത് കുറച്ച് കടുപ്പിച്ച് ആ വാക്ക് ഇന്നാളുടെ തേങ്ങ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കുറച്ച് റോഡാണ്. അപ്പോൾ ഈ ദൃശ്യകലയിൽ വരുമ്പോഴേക്കും ഒരുപാട് നെസസാരിറ്റിയുടെ കാര്യം പറഞ്ഞത് ഇന്നത്തെ കാലത്താണ് ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇത്രത്തോളം ഡയലോഗ്സ് ഉണ്ടാകില്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ആഘോഷിക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂടുതലും ഡയലോഗും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്,
ഈ ദൃശ്യകല ഇപ്പോൾ അതിന് കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാറിനെ പോലെയുള്ള ഇപ്പോൾ തലപ്പാവും അതുപോലത്തെ ഫിലിംസ് എടുക്കുന്നവർക്ക് അത് കാരണം അതുകൊണ്ട് എന്താണ് തോന്നുന്നത്? ആ മാറ്റം അത് നല്ലതാണോ മോശമാണോ എന്താണ് തോന്നിപ്പിക്കുന്നത്? അതുപോലെ സാർ ഈ ചോദ്യങ്ങളിൽ തന്നെ പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അല്ലാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നേരത്തെ ഈ ജോഷ് പറഞ്ഞ MT സിനിമ ചെയ്ത സമയത്ത് അന്ന് ചെയ്തത് ഇന്ന് ചെയ്യുവാണെങ്കിൽ വ്യത്യാസമുണ്ടാകും. നമുക്ക് കാലം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് 50 വർഷം ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. നമ്മളൊരു വലിയ കാര്യം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണ്ടുണ്ടായപ്പോൾ പരസ്പരം സംസാരിക്കാൻ നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം പോലും നമ്മൾ കണ്ണിൽ നോക്കില്ല, ആരുടെയൊക്കെ ഫോണുകളിലേക്ക് വാർത്തകളായിട്ട് വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പറയാനുള്ളതൊന്നും തന്നെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്നില്ല, പകരം ഏതെങ്കിലും വാളുകളിൽ ചെന്ന് കോറിയിടുന്ന ആ വാക്കുകളായിട്ട് മാറ്റുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു കോൺസിക്വൻസസ് ഉണ്ട് നമുക്ക്. കാരണം നമ്മുടെ മനസ്സിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആ പറയുന്നത്. സിനിമ ചെയ്യുമ്പോൾ സിനിമയിൽ ഡയലോഗുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞാലോ ഒരു വാക്ക് മതി ചിലപ്പോൾ. ഞാൻ പലപ്പോഴും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴൊക്കെ പേജ് കണക്കിന് അതിൻ്റെ തിരക്കഥാകൃത്തിരിക്കെ എഴുതി തന്ന സാധനങ്ങൾ ഒറ്റ നോട്ടം കൊണ്ടുപോലും ഞാൻ അതിനകത്ത് തീർത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അങ്ങനെ മതി. കാരണം വെച്ചാൽ എന്നേക്കാൾ അറിവുള്ളവരാണ് പ്രേക്ഷകർ. നേരത്തെ ഇന്ദു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനിവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1, 2, 3 വർഷം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് സിനിമയാക്കി മാറ്റും. ആ 3 വർഷം കൊണ്ട് നിങ്ങൾ 100 കണക്കിന് സിനിമകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ആ 100 കണക്കിന് സിനിമകൾ കണ്ടു കഴിഞ്ഞതിൻ്റെ മുകളിലേക്കായിരിക്കണം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എത്തേണ്ടത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു യാത്ര എത്തുന്നതാണ്. സിനിമ എപ്പോഴും അങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സിനെ കൊണ്ട് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ചിത്രങ്ങളും നമ്മൾ മറന്നു പോകാതെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പാചകനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഇന്ത്യയുടെ ചില സിനിമകളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴും ഒക്കെ ഈ പറയുന്ന തരത്തിൽ നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് ഈ ചിത്രങ്ങൾ നമ്മുടെ ഇതിലേക്ക് ഫുൾ വിഷ്വൽ വരുന്നു. ആ വിഷ്വൽ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള കാഴ്ചയുടെ വിലയുണ്ടെന്നുള്ളതാണ്. അതാണ് നമുക്ക് അനുഭവം. സിനിമയിൽ പുതിയ കാലത്ത് സിനിമയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അത് ചില പടങ്ങൾ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന സിനിമകളുണ്ടാവും. ആഘോഷിക്കപ്പെടുന്നത് ഫോർ ദ ടൈപ്പിംഗ്, ആ സമയത്ത് മാത്രമാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ എത്രയോ ആഘോഷിക്കപ്പെട്ട 100, 150, 200, 300 ദിവസം ഓടിയ സിനിമകളെ കുറിച്ച് നമ്മളിപ്പോഴും വെറുതെ ചരിത്രം എടുത്തു നോക്കിയാൽ മാത്രമേ പറയുന്നുള്ളൂ. ആ സിനിമ ആളുകളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സിനിമയെക്കുറിച്ച് വലിയ തോതിൽ വാർത്തകൾ ഉണ്ടാകുന്നു. പക്ഷേ ഒറ്റ കാര്യവും വീണ്ടും ഞാൻ പറയുന്നത്, ചില സിനിമകൾ കാലത്തെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കും. അത് ചിലപ്പോൾ അന്ന് ആ സിനിമ റിലീസ് ചെയ്ത കാലത്ത് ചിലപ്പോൾ ഓടിക്കൊണ്ടാവണമെന്നില്ല. പക്ഷേ കാലം കുറേ കഴിയുമ്പോൾ ആ സിനിമയുടെ വ്യാപ്തിയും അതിൻ്റെ ഒരു പ്രസക്തി വലിയ തോതിലേക്ക് മാറിയിട്ടുള്ള സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിവുണ്ടാവണം നമ്മൾ പ്രേക്ഷകർക്ക്. ഗോവൻ പോയതുകൊണ്ട് അവന് ആൻസർ തരുന്നത് ഈ അമ്മിനി ഒറ്റ കേസ്, അതുപോലെ കാളിന്തി എന്നൊക്കെ പറയുന്ന തികച്ചും സമൂഹ വിരുദ്ധമായിട്ടുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്ന നടപടികളാണ് ഇവിടെ പലരും അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. ഞാനങ്ങനെയാണ് വിലയിരുത്തുന്നത്. നമ്മൾ ആശയം പ്രചരിക്കുമ്പോൾ അതിനൊരു മെസ്സേജ് ഉണ്ടാവുന്നു. നമ്മൾ അനുഭവം ആളുകൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്കതിൽ ഡയലോഗ് വളരെ കുറവാണ്, സത്യം മൂളലേക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലത്തിൽ മനുഷ്യൻ്റെ കല എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന ഒരു ആശയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കലയിൽ രാഷ്ട്രീയം ഉണ്ടാവും, കല ഭംഗിയായിട്ട് പറയുന്നു, അത് ചെയ്യുന്നുണ്ട്, എനിക്കൊക്കെ പറയുന്നു. അപ്പൊ ഈ വക സിനിമകൾ ഈ ഇന്ദുഗോപന്റെ വയലൻസ് ആയിട്ടുള്ള വെട്ട് കേസ്, തല വെട്ടുന്ന കേസുകളുള്ള സിനിമകളാണ് മിക്കവാറും നോവലും സിനിമയാണ് വരുമ്പോഴും ചെയ്യുന്നത്. അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്?
ജോസഫേട്ടൻ ആരെങ്കിലും പറഞ്ഞാൽ ലോപന ഉണ്ടാവുന്നതാണ് ശരി. ഈ ചർച്ച കഴിഞ്ഞാൽ പറയാൻ പറഞ്ഞായിരുന്നു അമ്മിണിപ്പിള്ള വെട്ട കേസ് ഒരു തെക്കൻ തല്ല് എന്ന് പറയുന്ന പേരിലാണ് സിനിമ വന്നിരിക്കുന്നത്. അതിനകത്തുള്ള വയലൻസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന വയലൻസിന്റെ അത്ര പോലും തന്നെ ഇല്ല എന്നേ ഞാൻ പറയുന്നു. നിത്യജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വയലൻസ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വേറൊരു ഇതേ വിഷയം സംസാരിച്ചതുകൊണ്ടാണ് ഇത് പറയുന്നത്. സെൻസർ ചെയ്യപ്പെടുന്ന സിനിമകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചു, എല്ലാ സിനിമകളും നമുക്ക് സന്ദേശം തരേണ്ടതാണോ? അതിന് വ്യാടിയെടുക്കുന്ന സിനിമകൾ കാണിച്ചാൽ പോലെ എനിക്ക് തോന്നുന്നത്. സന്ദേശം തരാൻ വേണ്ടിയൊന്നുമല്ല സിനിമ എടുക്കുന്നത്. സന്ദേശം ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. സിനിമ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ അത് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്നത് എഴുത്തിലൂടെ ആകാം, ചിലപ്പോൾ ചലച്ചിത്രമില്ല. ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ചിത്രത്തിനകത്തും സന്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ചിത്രത്തിനകത്ത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ് എന്ന് അതായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് എന്നുള്ളത് കൂടി ഉണ്ടാകാം. അപ്പോൾ സിനിമ ഒരു സന്ദേശത്തിന്റെ വഴിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സന്ദേശം കാണിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് പറയാം, നമ്മൾ ചില കാര്യങ്ങൾ പറയാനുണ്ടാവുന്ന, നമുക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതുകയും ചിത്രത്തിലൂടെ കാണിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ വയലൻസ് എന്ന് പറയുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലും ലോകത്തെവിടെയായാലും സെൻസർ ചെയ്യപ്പെടുന്ന സാധനമാണ്. ആ സെൻസറിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. 15 വയസ്സ് വരെയുള്ള കക്ഷികൾ കാണുന്നത്, 18 വയസ്സ് വരെ കാണുന്നത്, അതിന് മുകളിലേക്കുള്ളവർ എന്നൊക്കെ പറഞ്ഞ ഏജ് ലിമിറ്റ് ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പറയാനോ വേണ്ടതില്ല, മാർഗോ പോലൊരു സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് അമ്മമാർ വന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം വേറെ സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, അമ്മമാർ ഈ കുട്ടികളെ കൊണ്ട് വന്നത് അത്തരം ചെയ്യുന്നത് ശരിയാണോ, ആ സിനിമ കാണിക്കാൻ അനുവദിക്കാമോ എന്ന് ചോദിച്ചു. ആ സിനിമ സെൻസർ ചെയ്യപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ സിനിമ കാണരുത് എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അമ്മമാരോ അച്ഛന്മാരോ ആ തിയേറ്ററിൽ പടം കാണാൻ വരുമ്പോൾ അവർക്കൊരു ബോധം ഉണ്ടാവാറില്ല, അത് കാണിക്കരുത് എന്നുള്ളത്. ആ ബോധം ഉണ്ടാവാറില്ല പലപ്പോഴും. അപ്പോൾ അതിലൊരു അമ്മ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞാനും എൻ്റെ ഭർത്താവിനോട് അച്ഛനെ കൂടെ സിനിമ കാണാൻ വരുമ്പോൾ ഈ കുട്ടികളെ ഞാൻ എവിടെ നിർത്തും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവരെ കൊണ്ട് വന്നാൽ എനിക്ക് കാണാൻ സൗകര്യമുള്ളൂ. അതിന് എനിക്കൊരു മറുപടി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിത് കാണുന്നത് നിങ്ങളുടെ കൂടെ ഒരു സമൂഹത്തിന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സമൂഹത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ മനസ്സിലാക്കുള്ളൂ. അല്ലാതെ നിത്യജീവിതത്തിൽ കാണുന്ന, വീണ്ടും ഞാൻ പറഞ്ഞത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസിന്റെ പകുതി ഒന്നും തന്നെ സിനിമയിൽ ഇല്ല. സിനിമയിൽ ഉള്ളതിനെ കൃത്യമായിട്ട് സെൻസർ ചെയ്തുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് എന്നുകൂടി പറയുന്നത്. മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞൊരു സിനിമയെ അടുത്ത് വന്നു. ആളുകൾ വളരെയധികം ചർച്ച ചെയ്തു. ഞാനിപ്പോൾ അതൊന്നുമല്ല പറയാൻ പോകുന്നത്. കേരള സാഹിത്യ അക്കാദമിയും കേരള ലളിതകല അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും നമുക്ക് ഒന്നാക്കി കൂടെ എന്നാണ് ചോദ്യം. കാരണം നമ്മൾ കാണുന്ന മൊബൈലിലെല്ലാം ഒന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. കാരണം നമ്മളോട് സാഹിത്യത്തെ പറയുന്നു, സിനിമയെ പറയുന്നു, ഇതെല്ലാം ഒന്നാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ടി.ഡി. രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് ചില സിനിമകൾ കാണിച്ചു, നമ്മളതിനെ കൈയടിച്ചു. അപ്പൊ ഇതിനെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യല്ലേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം കറുപ്പും വെളുപ്പും ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ മറുപടി പറയണം എന്നുള്ളത് ഒന്നാക്കിക്കൂടെ എന്നാണ്. അത് അടുത്താരെങ്കിലും ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ജോസഫ് സാർ, ഇവിടെ സിസ്റ്റർ നോവലുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ സിനിമയാക്കുമ്പോൾ പലപ്പോഴും അത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്നു. വായനക്കാര് സൃഷ്ടിച്ച ലോകമല്ല ദൃശ്യമാകുന്നത് എന്നുള്ള ലെവലിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ട് പെർസ്പെക്റ്റീവ് ആണെന്നും അതുപോലെ പറഞ്ഞത് പോലെ തന്നെ വായിക്കുന്നത് ആ പെർസ്പെക്റ്റീവില് അരുന്ധതികളായി ഇതേ സ്റ്റൈലിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പലരും ചോദിച്ചെങ്കിലും ഞാൻ സിനിമയാക്കാൻ സമ്മതിക്കില്ല. കാരണം ആ എസ്തപ്പനും റാഹേലും ഓരോരുത്തരുടെ മനസ്സിലും പല പല വിധത്തിലാണ്. അതിന് ഞാനിങ്ങനെ കൺഫൈൻ ചെയ്യാനും
ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫ്രീഡം നോവൽ പോലെ ആ പെർസ്പെക്റ്റീവില് വായിക്കാനും സിനിമ ചിലപ്പോൾ അതേ നോവൽ തന്നെ ഇപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെ ആ സാക്ഷി അതിനെക്കുറിച്ച് ഞാൻ ഒരു ഇംഗ്ലീഷില് ഒരു പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചത് ഡീസെന്ററിംഗ് ഓഫ് അഗ്നിസാക്ഷി ഓൺ ദ സ്ക്രീൻ. കാരണം ലളിതാംബിക അന്തർജന അന്ന് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല, തലകറങ്ങി വീണാണ്. സ്ത്രീ പ്രാധാന്യം ഇല്ലാത്ത ഒരു സിനിമയാക്കി ഞാൻ എക്സാമ്പിളായിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് ഞാൻ അത് വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഡിഫറെന്റ് വരെ ആകുന്നുണ്ട് ദൃശ്യമാകുന്നത്. സാമ്യമുണ്ട്, സാർ പറഞ്ഞ പോലെ അതിനെ സാമ്യപ്പെടുത്താം. പക്ഷെ ബോത്ത് ടു ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് അത് കണ്ടേ പറ്റൂ. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം വായനക്കാർക്കും പിന്നെ ദൃശ്യകല കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്നവർക്കും കൊടുത്തേ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ വല്ലാതെ യോജിപ്പിച്ച് ഇപ്പം എല്ലാ സംസ്കൃതികളും ഒന്നാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോ ദേ ആർ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. ഇതും ലളിതകലാ അക്കാദമി വേറെയാണ്, ഇത് സാഹിത്യ അക്കാദമി വേറെയാണ്. അതിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി കൂടി വേണം നമ്മൾ എത്ര താരതമ്യം ചെയ്താലും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് കാര്യമുള്ളത്. ഇപ്പോൾ എൻ്റെ വാസ്തവ കാലം എന്ന് പറഞ്ഞ നോവൽ എൻ്റെ ഈ വലുനാടിൻ്റെയും വേനാടിൻ്റെയും സ്വഭാവത്തിൽ നടത്തുന്ന ഒരു നോവലാണ്. ആ നോവൽ തിരുവനന്തപുരത്തുള്ള ഒരു മനുഷ്യൻ വായിക്കുമ്പോൾ അവൻ കാണുന്ന പാതവും പുഴയും ഒക്കെ വേറെയായ അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടുപോകുന്ന അവൻ കാണുന്ന തെങ്ങുപോലുള്ള സ്വഭാവമുണ്ട്. ഇതിന് തുറസായ കുറേ ഇടങ്ങളുണ്ട്. മുള്ളുവേലികൾ വളരെ കുറവാണ് ഭാഗത്തേക്ക്. കാരണം മുള്ളുവേലികളാണ് ഇവിടെയുള്ള വഴി. ഇടവഴികൾ മുള്ളുവേലികളാണ്. അവിടെ അതല്ലാതെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന വേലികളും മതിലുകളുമാണ്. ഈ വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ ഒരു സിനിമയുണ്ടാകും വായിക്കുന്നത്. അവൻ കാണുന്നൊരു ദൃശ്യമുണ്ട്. കണ്ണൂരിൽ ഇരിക്കുന്ന ഒരു കക്ഷി എഴുതിയവർ കാണും. ഈ പി വി ഷാജുഖാന്റെ മതമാംസം എന്ന് പറയുന്ന നോവൽ എടുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു കക്ഷി കാണുന്ന കാഴ്ചകൾ വേറെയാണ്. നമ്മുടെ കൾച്ചർ വളരെ ഡിഫറൻ്റാണ്. ഈ 600 ഭാഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 10,000 ഡയലക്ട്സുകൾ ഉൾപ്പെടുന്നതാണ്. ജാതി അടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും വർഗമടിസ്ഥാനത്തിലും ഡയലക്ട്സുകളിൽ വ്യത്യാസമുണ്ടെന്നതാണ്. ആ വ്യത്യാസം എഴുത്തിനകത്തുണ്ട്. ആ വ്യത്യാസം സിനിമയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ അത് മനസ്സിലാക്കിയത് വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ എം.ടി. വാസുദേവൻ നായർ പുറപ്പെട്ട് എഴുതുമ്പോൾ എറണാടിൻ്റെയും വളരെ കൃത്യമായ വള്ളുവനാടിൻ്റെ സ്ലാങ് പറഞ്ഞിരുന്നു. ആ വള്ളുവനാട് സ്ലാങ് തിരിച്ചറിയുമോ എന്ന് ചോദിച്ചിട്ടുള്ള അതായത് നമ്മൾ തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. പി വാസുദേവൻ എം.ടി. നമ്മുടെ കോൺഫ്ലിക്റ്റ് തോന്നുന്നു. ഈ ലാംഗ്വേജ് ഇങ്ങനെ പറയുമ്പോൾ ഈ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതല്ല എഴുത്തുകാരൻ്റെ ദൗത്യം. ആ വഴിയിലൂടെ പോകുന്നു. സിനിമയ്ക്ക് അത് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. പുതിയ കാലത്ത് പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്ന സിനിമകൾ ഉണ്ടാവുന്നത് അത്തരം സിനിമകൾ വളരെയധികം വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുകയും അത് ആളുകൾ കാണുകയും ആ സിനിമയെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ജോസഫ് സാറിന് കുറച്ച് കാര്യങ്ങളോട് നമ്മുടെ സംവാദം അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ കുറിച്ചെടുത്ത പറഞ്ഞു സിസ്റ്റം പറഞ്ഞു. ഇപ്പോൾ എല്ലാ കലാരൂപങ്ങളും വേറെ 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 തന്നെ നിൽക്കും. അതിപ്പോൾ എൻ്റെ കൂട്ടിച്ചേർത്തിട്ട് ഒരാൾക്കും പിന്നെ അങ്ങനെ ഓരോ ഓർഡർ ചെയ്യാൻ സിനിമയിലെ കലാപ്രവർത്തനം സിനിമയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സംഗതി ഉണ്ടാവും. സാഹിത്യത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സംഗതി ഉണ്ടാവും. ചിത്രകലയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതി ഉണ്ടാവും. ഒരു ഉദാഹരണം മാത്രം ഞാൻ സിനിമയിലെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു ഞാൻ 2021 കാൻഫിൻ ഇൻഡസ്ട്രിയുടെ അവാർഡ് നടിക്കുന്ന അവാർഡ് ദി ബെസ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ് എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു നോർവീജിയൻ സിനിമ. അത് കണ്ടിട്ടില്ല. അത് ഇതിനുണ്ട് നെറ്റ്ഫ്ലിക്സിലുണ്ട്, അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ട്. അതിൽ ഒരു സീക്വൻസ് എനിക്ക് പറയാനുണ്ട്. അത് സാഹിത്യത്തിന് ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം നല്ല നായിക എന്താ
തന്നെ പാട്ടുമായിട്ട് അവർക്കിങ്ങനെ എപ്പോഴും ഭയങ്കര വൈബ്രേറ്റ് കാര്യമാണ്. പല തരത്തിൽ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർക്ക് ശരിക്കും ഫോൺ ചെയ്തില്ല. അപ്പോൾ അവരുടെ പാർട്ട്ണറായിട്ടുള്ള ലൈഫിൽ ഒരു കാരണമില്ലാണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നു. അപ്പോൾ രാവിലെ ആ പാർട്ട്ണർ ഇവർക്ക് വേണ്ടിക്കുന്ന ചായ എടുത്തു, കാപ്പി കഴിഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് പുറത്തേക്ക് പോകും, എന്തോ ഓർത്ത പോലെ. അപ്പോൾ അവരായിട്ട് പരിചയപ്പെട്ട കാവലെ കാണാനായിട്ട് പോകും. അപ്പോൾ ആ സഞ്ചാരം സ്ട്രീറ്റിലോടുള്ള സഞ്ചാരമാണ്, തിരക്കുള്ള ഒരു പാർക്കിലൊക്കെയാണ് പോകുന്നത്. ആ സമയത്ത് ആ കഥാപാത്രത്തിന് മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ, ബാക്കിയുള്ള പലരും കാണുന്നുണ്ട്. അവരെല്ലാം സ്റ്റാറ്റിക് ആയിട്ടുള്ള പീസ് അനങ്ങുന്നേ ഇല്ല, പ്രതിമകൾ പോലെ ഇല്ല. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരധികം സ്ഥലത്ത് ഞാൻ ചെയ്തു. തിരിച്ചു വരുമ്പോഴും അങ്ങനെയല്ല, അവരവർ കാണാൻ തിരിച്ചു വരുന്നു. ഈ ഒരു സീക്വൻസ്, ഈ ഒരു അനുഭവം താല്പര്യം പറ്റില്ല, ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കപ്പെട്ടത് സംശയം. ഈ ഒരു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്ന സാധനമാണ്. അവർ മൂവിയാണ്, അവർ ഓടുകയാണ്, അവരൊഴിച്ച് ബാക്കി എല്ലാം ഫ്രീസ് ചെയ്യും. അപ്പോൾ സാധ്യതകളെ പറയാം, നമ്മുടെ ചലനമായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ അത് ഇത് തരുന്ന ഒരു അനുഭവം തരില്ലാണ്. ഇതൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. സ്പേസ്, ആ സ്പേസിൽ നമ്മൾ വളരെ വിശാലമായ സ്പേസാണ്, പല സ്പേസ് കാണുന്നുണ്ട്. ആ സ്പേസിലേക്ക് ഇവർ പോകുന്നുണ്ട്. അവിടെ കാണുന്ന അവിടെയുള്ള ലൈഫെല്ലാം ഇല്ല. അതാണ് എനിക്ക് പറയുന്നത്, രണ്ട് എല്ലാം വ്യത്യസ്തമാണ്. തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് 2022 കമൽഹാസനും ജയമോഹനും തമ്മിലുള്ള ജയമോഹന്റെ പുതിയ പുസ്തകത്തെ സംബന്ധിച്ച് അനുബന്ധ ചർച്ച ഹിന്ദു പത്രത്തിന്റെ സൺഡേ സപ്ലൈമെന്റിൽ പ്രസിദ്ധീകരിച്ചു. അതിന് അവർ ശീർഷകം കൊടുത്തത് കമൽഹാസന്റെ ഒരു കോട്ടായിരുന്നു. If Shakespeare were made film today, he would have to attend screenplay workshop എന്ന്. തീർച്ചയായും രണ്ട് കലയാണ്. ഒന്ന് മൊഴിയഴകിൻ്റെ കലയാണ് സാഹിത്യം, മറ്റത് ഒരു ദൃശ്യ അനുഭവമാണ്. രണ്ടും കാലത്തിനനുസരിച്ച് വളരെ വ്യത്യസ്തമായ അനുഭവ മേഖലകളിൽ കൂടി സഞ്ചരിക്കുന്ന മാധ്യമമാണ് എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ സംവാദത്തിന് സാക്ഷികളായ, ഈ സംവാദത്തിന് ഒപ്പമുണ്ടായിരുന്ന ഇന്ദുഗോപനെയും മധുബാലനെയും VK ജോസഫിനോടും നന്ദി പറയുന്നു. ഒപ്പം ഈ സംവാദത്തിന് അഭിമുഖമായി ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ കൂടുതൽ ഞാൻ MT ഉദ്ധരിക്കാൻ കാരണം തീർച്ചയായും MT വേദിയിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് തിരക്കഥയുടെ പേരിൽ അല്ലെങ്കിൽ വെള്ളിത്തിരയുടെ വാക്കിന്റെ പേരിൽ നടക്കുന്ന ഈ ചർച്ചയിൽ അതെത്തിക്കുള്ള ഒരു ആദരവ് കൂടിയായി തീരണം എന്ന് ആ സംഭാഷണത്തിന്റെ തുടർച്ചയിൽ എങ്ങനെയോ സംഭവിച്ചതാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.